ഹലോ എക്സാമിനർ ഫാമിലി, യെസ്. അപ്പോൾ ഷമീം സാറാണ് ഇവിടെ വന്നിട്ടുള്ളത്. മക്കൾ ആരും ഞെട്ടണ്ട, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ ഷേല മിസ് ഇപ്പോൾ എത്തും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഷേല മിസ്സിന് വേണ്ടിയിട്ട് ഫുൾ ഫയർ ഇമോജീസ് ഒക്കെ ഇടാം. വന്നവരെല്ലാവരും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, നിങ്ങളുടെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിപ്പോൾ ലാസ്റ്റ് എക്സാം ആയിരിക്കും അല്ലേ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം. യെസ്, പെട്ടെന്ന് വന്നവരെല്ലാവരും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹായ്. യെസ്, എന്നെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അർജുൻ ഹായ്. നന്ദന യെസ്. പിന്നെ പോരട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ, നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റോഷൻ 5 മിനിറ്റ് ആയില്ലല്ലോ, ആയിട്ടില്ല, അതിന് മുന്നേ തുടങ്ങി. അതാണ്. യെസ്, പിന്നെ പോരട്ടെ. അഭിഷേക്, അപ്പൊ എങ്ങനെ മക്കളെ, നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളൊന്ന് സ്റ്റാർ ഇട്ടെ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. പേപ്പർ കിട്ടുന്നോ ഒക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വാല്യുവേഷൻ ഉണ്ടാവുമല്ലോ. എത്രത്തോളം ഞാൻ പ്രിപ്പയർ ആയിരുന്നു ക്രിസ്മസ് എക്സാമിന്. നിങ്ങളൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഇടോ. എല്ലാം പോയി. യെസ്, വന്നിട്ടുണ്ട് നമ്മുടെ മുത്തുമണി ഷേല മിസ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡി? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ഒരു 5 സ്റ്റാറിൽ നിങ്ങളൊന്ന് റേറ്റിംഗ് ഒന്ന് ഇട്ടേ. 1 സ്റ്റാർ. 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണെന്നല്ല കേട്ടോ. ചിലർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ 1ാം നമ്പറാണ്. അങ്ങനെയല്ല, തീരെ ഇല്ല എന്ന് അതിൻ്റെ അർത്ഥം. 5 സ്റ്റാറും കിട്ടിയവരുണ്ടോ? 5 സ്റ്റാർ. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെന്നുള്ളവർ 5 സ്റ്റാർ ഇടാം. ഓക്കെ ആണെങ്കിൽ 3, 4 സ്റ്റാർ ഒക്കെ ഇടാം. തീരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ 1ഉം 2ഉം സ്റ്റാർ ഒക്കെ ഇടാം കേട്ടോ. യെസ്, ആദിത്യ നന്ദി. ഓക്കെ, യെസ്. ഇനി വേണം പഠിക്കാൻ. വെരി ഗുഡ്. എത്തി. യെസ്, ഓക്കെ. യെസ്, ഷേല മിസ്, ആയുധങ്ങൾ ഇതാ, എല്ലാം എടുത്തോളൂ, എല്ലാം എത്തിച്ചിരിക്കുന്നു. ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന പേപ്പർ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിണ്ടാവല്ലോ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോ അതിന്റെ സ്റ്റാർ റേറ്റിംഗ് ആണ്, അതായത് ഇവർ എത്രത്തോളം റെഡി ആണ്. എല്ലാവർക്കും 5 സ്റ്റാർ ഇട്ടുണ്ടല്ലോ. 1 സ്റ്റാർ ഉള്ളവരുണ്ട്, 2 സ്റ്റാർ ഉള്ളവരുണ്ട്, 3 സ്റ്റാർ ഉള്ളവരുണ്ട്. അപ്പോ നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോ വർഷവും ബോർഡ് എക്സാം ആണ് എഴുതുന്നത്. ഓക്കെ, നമ്മള് 1 മുതൽ 9 വരെ എന്തെങ്കിലും ആയിക്കോട്ടെ, 10 മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന പോലെ +1 പഠിക്കണം എന്നില്ല എന്ന് വിചാരിക്കാൻ പറ്റൂല. കാരണം +1ലെയും +2ലെയും മാർക്കാണ് നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റിൽ കിട്ടുക. ഓക്കെ, അതുകൊണ്ട് +1 നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല മാർക്ക് കിട്ടണം. അതേപോലെ തന്നെ +2 നല്ല മാർക്ക് കിട്ടണം. അതിന് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നല്ല മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എനിവേ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞ സബ്ജക്റ്റുകളൊക്കെ പോയെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് മോഡൽ എക്സാമും അതുപോലെ തന്നെ പബ്ലിക് എക്സാം ഒക്കെ വരാനുണ്ട്. ഇതുവരെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ കേസിൽ ഇവർക്ക് കിട്ടിയത്. 10 ദിവസം സ്റ്റഡി ലീവ്. എല്ലാ പ്രാവശ്യം +1കാർക്ക് ഒരു സ്റ്റഡി ലീവ് ഉണ്ടാവാറില്ല, കിട്ടാറില്ല കമ്പ്യൂട്ടർ സയൻസിൽ. ഇത് 10 ദിവസമാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോഴാണ് കൂടുതൽ സാറേ ഒന്നും പഠിച്ചിട്ടില്ല എന്നിട്ട് 2 കരയുന്ന ഇമോജി. അങ്ങനെ കരയുന്ന ഇമോജി ഇട്ട് നടക്കുന്നവർ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അതെല്ലാം എത്ര ലീവ് കിട്ടിയാലും അത് തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പൊ എനിവേ അടിപൊളിയായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ കാര്യങ്ങളൊക്കെ ഷേല മിസ് സെറ്റാക്കി തരും. കൂട്ടത്തിൽ ഞാൻ ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കുന്നുള്ളൂ, നമ്മുടെ ക്രാഷ് കോഴ്സ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എനിവേ, അത്രേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ എപ്പോഴും എക്സാമിനർ ഫാമിലി ഉണ്ടാവും. ഷേല മിസ് ഉണ്ടാവും, ഷമീം സാർ ഉണ്ടാവും, ഹിന്ദി പഠിക്കുന്നവർക്ക്. അതേപോലെ എല്ലാ ആദ്യം കഴിഞ്ഞു, ഫസ്റ്റില് കഴിഞ്ഞു, നമ്മൾ തൂക്കി മലർത്തി അടിച്ചതാ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് +1 +2 ഒരേ ദിവസം. എന്തൊരു സ്നേഹമാണല്ലേ, നല്ല സ്നേഹം. അപ്പൊ എനിവേ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാം ഈസി ആവട്ടെ. ഓക്കെ, യെസ്. ഓക്കെ, എന്താണ് 11 മണി വരെയോ? അത്രയൊക്കെ വേണോടാ? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ. നമ്മൾ ഈ ചാപ്റ്റേഴ്സ് മൊത്തം 9 ചാപ്റ്ററിലെയും ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരും. ചാപ്റ്റർ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ചാപ്റ്റർ മൊത്തം നമ്മൾ നമ്മുടെ ഇതിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ
ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പോവാണ് വേണ്ടിയത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ? നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണോ? നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിറയെ ഫയർ ഇമോജീസ് മിസ്സിന് ഇട്ട് തരാം കേട്ടോ. എന്താ അത് വ്യൂവേഴ്സ് ഒന്നും നമുക്ക് പോരാ കേട്ടോ, അതൊന്നും അല്ല. നമ്മുടെ വ്യൂവേഴ്സ് ഒന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഉണ്ട് കേട്ടോ, ചാപ്റ്റർ ഉണ്ട്. മിസ്സിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് കഴിഞ്ഞ ലൈവില്. അപ്പൊ ഈ ലൈവില് നമ്മൾ അതിൽ നിന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകും രാവിലെ 6 മണിക്ക്, അതൊന്നും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം, ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ്. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ അതിന്റെ ഒക്കെ ആൻസർ നിങ്ങൾ മിസ്സിന് ഇങ്ങനെ പറഞ്ഞു തരുന്നോണ്ടിരിക്കണം. നമ്മുടെ കമന്റ് ബോക്സ് ഇങ്ങനെ നിറക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ദ ടെക്നോളജി യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ്, അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫസ്റ്റ്. മക്കളെ നിങ്ങളൊന്ന് സ്റ്റോറി ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മാക്സിമം കുട്ടികളെ, അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരിക കേട്ടോ. മിസ്സും ഇടാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വരാൻ പറയാ. ഇതൊന്നും പോരാ നമ്മുടെ വ്യൂസ്. ഓക്കെ, ഇതൊന്നും അല്ല നമ്മുടെ വ്യൂസ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഒന്ന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും വരാനായിട്ട് പറയാം കേട്ടോ. യെസ്, വാക്വം ട്യൂബ്, വെരി ഗുഡ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാക്വം ട്യൂബ്സ്. അപ്പൊ ഇതേപോലെ ഓരോ ജനറേഷനിലെയും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? സെക്കൻഡ് ജനറേഷനിൽ ഏതാ മക്കളെ നമ്മൾ യൂസ് ചെയ്യാം? ട്രാൻസിസ്റ്റേഴ്സ് ആണോ? ഏതാ നമ്മൾ യൂസ് ചെയ്യുക സെക്കൻഡ് ജനറേഷനിൽ? യെസ്, ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷനിൽ യെസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. തേർഡ് ജനറേഷനിൽ IC, ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രൊസസ്സർ, അതേപോലെ ഫിഫ്ത്ത് ജനറേഷനിലാണ് നമ്മൾ AI അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ബേസ് ഓഫ് മൈ നമ്പർ സിസ്റ്റം? നമ്പർ സിസ്റ്റത്തിന്റെ ഒക്കെ ബേസുകൾ അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ മൈ നമ്പർ സിസ്റ്റത്തിന്റെ, അതേപോലെ തന്നെ നമ്മുടെ മൈ നമ്പർ സിസ്റ്റത്തിനെയും പിന്നെ നമ്മുടെ അതേപോലെ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന ഒരാളുടെ സുമേരിയൻ അല്ലെ, അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, അതിന്റെ ബേസ് 60 അല്ലെ. ഓക്കെ, അപ്പൊ യെസ്, ഇത് 20 ആണ്. കൈവിരലുകളും കാൽ വിരലുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്നതാണ് എന്ത് ഉള്ള നമ്പർ സിസ്റ്റമാണ് മായൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തതാണ് സുമേരിയൻ നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ് സുമേരിയൻ നമ്പർ? ഇപ്പൊ മിസ് പറഞ്ഞു അല്ലെ, അടുത്ത ക്വസ്റ്റ്യൻ അതാണെന്ന് അറിയാതെ മിസ് പറഞ്ഞതാണ്. സുമേരിയൻ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേര് എന്താ? അത് സുമേരിയൻ നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ് സുമേരിയൻ നമ്പർ സിസ്റ്റം? യെസ്, വെരി ഗുഡ്. എന്താണ്? ബാബിലോണിയൻ അല്ലെങ്കിൽ സെക്സാഡെസിമൽ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. ബാബിലോണിയൻ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, യെസ്, അപ്പൊ അതിന്റെ ബേസ് 60 ആണ്. അതും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ബേസ് 60 ആണ്. ഈ ക്വസ്റ്റ്യനിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, യെസ്. ഇനി അടുത്തത് explain John-Venn human architecture with the help of a block diagram. അപ്പോൾ ആ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരക്കാൻ അറിയണം, നിർബന്ധമാണ്. ഭയങ്കര ഈസി ആണ് അത് വരക്കാൻ അല്ലേ. ആദ്യം ഒരു വലിയ പെട്ടി വരക്കുക, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഓരോ ചെറിയ പെട്ടികളും വരക്കാം. ഓക്കെ, ഇനി ഇത് എന്താണ്? ഇത് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇവിടെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഓക്കെ, അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ CPU ഉണ്ട്. CPU ആണ് ഇത് അല്ലെ. അതിനുള്ളിൽ ആരൊക്കെയാ ഉണ്ടാവുക? ALU ഉണ്ടാകും, CU ഉണ്ടാകും. യെസ് യെസ്, ഓക്കെ, ALU ഉണ്ടാകും, CU ഉണ്ടാകും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ രജിസ്റ്റേഴ്സ് ഉണ്ടാകും, സോറി മെമ്മറി ഉണ്ടാകും. സ്റ്റോറേജ് യൂണിറ്റ്, മെമ്മറി. ഓക്കെ,
അപ്പോൾ ഇത് വരക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പറഞ്ഞു സുമേരിയൻ നമ്പർ സിസ്റ്റം യൂസ്ഡ് 60 അല്ലേ, ബേസ് 60. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് യെസ്, ഓരോ നമ്പർ സിസ്റ്റം ഓരോ ജനറേഷൻസ് നിങ്ങൾക്ക് അറിയണം കേട്ടോ. അതേപോലെ തന്നെ ഇതാ കമ്പയർ റോമൻ നമ്പർ സിസ്റ്റം ആൻഡ് മായൻ നമ്പർ സിസ്റ്റം. ഇങ്ങനെ ചോദിക്കൽ 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റോമൻ നമ്പർ സിസ്റ്റം അതേപോലെ തന്നെ മായൻ നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 7 ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന സിമ്പിൾസ് ആണ് IV, X, L, C, D, M എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മായൻ നമ്പർ സിസ്റ്റത്തിലാണ് നമ്മൾ പറഞ്ഞത് കൈവിരലുകളും കാൽവിരലുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള നമ്പർ സിസ്റ്റമാണ്. അതിൻ്റെ ബേസ് 20 ആണ്. ഓക്കെ ആണല്ലോ, യെസ്. അടുത്തതാ ദാ ഇങ്ങനെ ഒരു അബാക്കസ് തന്നിട്ട് നിങ്ങളോട് ചിലപ്പം അത് ഏത് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, അപ്പൊ ഏത് രീതിയിലാണ് അപ്പൊ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് മനസ്സിലാവണം. ഈ മുകളിലുള്ള ബീഡ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഡിന്റെ വില 5 ആണ്. ഓക്കെ, 5 ആണ്. താഴെയുള്ള ബീഡ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ താഴെയുള്ളതിന്റെ 5. അപ്പൊ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ കിട്ടുക. അബാക്കസിന് മൂവ് ചെയ്യുമ്പോഴാണ് വാല്യൂ കിട്ടുക. ഇവിടെ ഒരു ബീഡ് നമ്മൾ താഴേക്ക് നീക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാല്യൂ നമുക്ക് 5 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്, ആൻസേഴ്സ് വരുന്നുണ്ട്. ഇനി ഇവിടെ 2 ബീഡാണ് നമ്മൾ മുകളിലേക്ക് നീക്കിയത്. അപ്പൊ 1 + 1 എത്രയാണ്? 2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ 5 + 2 7. ഇനി അടുത്തത് എടുക്കുക. ഇതിൽ ഏതെങ്കിലും ബീഡ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അപ്പൊ 0. ഇവിടെ ഏതെങ്കിലും മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അപ്പൊ അത് ടോട്ടൽ 0 കിട്ടി. ഇനി അടുത്തത് ഇവിടെ ഏതെങ്കിലും ബീഡ് മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അപ്പൊ 0. ഇവിടെ 3 ബീഡ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 3. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 307. ഓക്കെ ആണല്ലോ, 307. റെഡി. ഓക്കെ, അടുത്തത് നെയിം ദ ഫോളോയിങ്. ഇത് നെയിം ചെയ്യാനാണ് പറയുന്നത്. ദ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഡെവലപ്ഡ് ബൈ പാസ്കൽ. പാസ്കൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാൽക്കുലേറ്റിംഗ് മെഷീൻ ഏതാണ്? ഇതിലേതാണ് നമ്മുടെ പാസ്കൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? യെസ്, ഏതാ മക്കളെ നമ്മുടെ പാസ്കൽ ഡെവലപ്പ് ചെയ്ത്? യെസ്, പാസ്കലൈൻ അല്ലെ, ബ്ലേസ് പാസ്കൽ ചെയ്തതാണ് പാസ്കലൈൻ. ഓക്കെ, ഇനി ടെക്നോളജി യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ അല്ല സോറി 5th ജനറേഷൻ. യെസ്, വെരി ഗുഡ്. നമ്മൾ പറഞ്ഞതാണ് AI ആണ് അല്ലെ. AI എന്ന് വെറുതെ എഴുതണ്ട, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതാണ് നമ്മുടെ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ജോൺ വെൻ ന്യൂമാൻ, ഇതാണ് ജോൺ വെൻ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. Who is known as the father of computer science as well as artificial intelligence? കമ്പ്യൂട്ടേഴ്സിന് മെഷീൻസിന് മനുഷ്യന്മാരെ പോലെ തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആള്. യെസ്, വെരി ഗുഡ്, അലൻ ട്യൂറിംഗ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കരുത്, കമന്റ് സെക്ഷനിൽ പറയുക. അതിപ്പോ മിസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്തിട്ടോ. കാരണം അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരികയാണ് അല്ലെ. യെസ്, ഓക്കെ, എനിക്കത് അറിയാം, എനിക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തത് കമ്പയർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ജനറേഷൻസ്, ഏതെങ്കിലുമൊക്കെ 2 ജനറേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചു ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ്. അപ്പൊ ഇതന്നെ ചോദിച്ചോളണമെന്നില്ല, ചിലപ്പോൾ 3rd ഉം 4th ഉം ആയിരിക്കും ചോദിക്കാം, ചിലപ്പോൾ 5th ഉം 6th ഇല്ലല്ലോ അല്ലെ, 4th, അങ്ങനെ വേറെ ഏതെങ്കിലും 2 ജനറേഷൻസ് ഒക്കെ തമ്മിലായിരിക്കാം നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. ഇപ്പൊ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് പറയാൻ പറ്റും വാക്യൂം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്ത ടെക്നോളജി. അതേപോലെ തന്നെ അതൊരു സിലിണ്ടർ ഷേപ്ഡ് കണ്ടെയ്നർ ആണ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടാകും. ആ സമയത്തുള്ള ഫസ്റ്റ് പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ. അതായത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ ജനറേഷനെ കുറിച്ച് എന്തൊക്കെ അറിയോ ആ കാര്യങ്ങൾ മൊത്തം
മൊത്തം നിങ്ങൾ അവിടെ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എഴുതാം. ഓക്കെ, കമ്പയർ ചെയ്യാൻ പറയുന്ന സമയത്ത്. അപ്പം ENIACന്റെ ഫുൾ ഫോം പഠിക്കണം, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. EDVAC ആണെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. UNIVAC ആണെങ്കിൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ജനറേഷനിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വാക്വം ട്യൂബിനേക്കാളും ഒന്നും കൂടെ അടിപൊളിയായിട്ടുള്ള ആളാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആയിട്ട് അതിനെ മാറ്റി. അപ്പോൾ ഒന്നും കൂടെ എന്തായി, സ്മോളർ ആയി, പവർഫുൾ ആയി, ഫാസ്റ്റർ ആയി അല്ലേ. അതേപോലെ തന്നെ ഇത് എക്സ്പെൻസ് കുറഞ്ഞു, ലെസ് എക്സ്പെൻസീവ് ആയി. അതേപോലെ ഇലക്ട്രിസിറ്റി കുറവാണ്, ലെസ് ഹീറ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടി. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും. അപ്പൊ ഇതേപോലെ ഡിസ്ക്രൈബ് അബൌട്ട് എനി 3 generations. അപ്പൊ ഇങ്ങനൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പൊ ജനറേഷൻസിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പൊ അത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് എഞ്ചിൻ വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ആരാണ് ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്? യെസ്, ആരാണ് ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത്? യെസ്, ചാൾസ് ബാബേജ് ആണ് അല്ലെ. ചാൾസ് ബാബേജ് ആണ് നമ്മുടെ ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചാൾസ് ബാബേജ്. അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും ചാൾസ് ബാബേജ് തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എക്സ്പാൻഡ് ചെയ്യാൻ മിസ് പറഞ്ഞു. എന്തായാലും എക്സ്പാൻഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കാം. ENIAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓക്കെ, ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓക്കെ, കാൽക്കുലേറ്റർ. ഇനി VLSI ആണെങ്കിൽ VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഓക്കെ, യെസ്. ഓക്കെ, റെഡി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലെ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര. ഓക്കെ, ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്പർ സിസ്റ്റംസ് പഠിക്കാം, ഓരോ കമ്പ്യൂട്ടിംഗ് മെഷീൻസിനെ കുറിച്ച് ഒരു 2 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് ജനറേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് ആണെന്നുള്ളതും പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ആ ജോൺ ന്യൂമാൻ ആർക്കിടെക്ചറും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ ഹേർട്ട് മിസ്സിന് ഇട്ട് തരാം. യെസ്, ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ക്ലിയർ ആണ് മിസ്. ഇപ്പം ഈ ഒരു ലൈവ് ഒക്കെ കഴിഞ്ഞതോടുകൂടി, നമ്മുടെ ഈ 3 ദിവസത്തെ ലൈവ് കഴിഞ്ഞതോടുകൂടി ഏകദേശം സെറ്റാണ് എന്ന് തോന്നുന്നത്. ഡ്യൂറേഷൻ ഒരു 2 മണിക്കൂർ മാക്സിമം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് പറയൂ കേട്ടോ. അഗസ്റ്റ അഡാക്കിങ് അതൊന്ന്, അതായത് ഫസ്റ്റ് പ്രോഗ്രാമർ. ഓക്കെ, ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്റ്റ അഡ ലവ്ലേസ് അല്ലെങ്കിൽ അഗസ്റ്റ അഡ കിങ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ഡാഷ്. ഒരു ബൈനറി നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 1ഉം 0ഉം മാത്രമുള്ള നമ്പർ. ഓക്കെ, ബൈനറി നമ്പർ എടുത്തു കഴിഞ്ഞാൽ
ബൈനറി നമ്പറിലെ ഓരോ ആൾക്കാരെയും ഓരോ ഡിജിറ്റിനെയും നമ്മൾ പറയും യെസ് വെരി ഗുഡ് ബിറ്റ് ആണ് കേട്ടോ. ബിറ്റ് എന്നാണ് നമ്മൾ പറയാം. നിങ്ങൾ എക്സാമിന് വെക്കുന്ന ബിറ്റ് അല്ല, ഇത് ബൈനറി ഡിജിറ്റ്, അതാണ് ബിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെപ്രസെന്റ് -38 in 2's complement form. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2's complement ഫോമിൽ 38നെ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 38നെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? മൈനസ് നമ്പർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ബൈനറി കാണണം. എങ്ങനെയാ നമ്മൾ ബൈനറി കാണുക? 38 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 38നെ ഫസ്റ്റ് ബൈനറി. യെസ് വെരി ഗുഡ്. മിസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ ചെയ്യുമ്പം ഇതാക്കുക. എന്ത്? നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലും പെന്നും ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. മിസ് ഇങ്ങനെ ചെയ്യുന്നത് നോക്കി അത് ശരി, ഓക്കെ ഇതിങ്ങനെ അങ്ങനെ വിചാരിക്കേണ്ട. ബുക്കും പെന്നും എടുത്ത് എഴുതി തന്നെ നോക്കണം. ഓക്കെ, അപ്പൊ 38നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 19 അല്ലേ? യെസ് 19 കിട്ടും അല്ലേ? 19 ആണ്. അപ്പോൾ 0 ആണ് റിമൈൻഡർ. ആ റിമൈൻഡറിനെ നമ്മൾ എന്ത് ചെയ്യും? സൈഡിൽ എഴുതും. ബാക്കി 19/2 9 ആണ്. അപ്പോൾ ഒരു റിമൈൻഡർ. 9/2 4 ആണ്, 1 റിമൈൻഡർ. 4/2 2 ആണ്, 0 റിമൈൻഡർ. 2/2 1 ആണ്, 0 റിമൈൻഡർ. 1/2 0 ആണ്, 1 റിമൈൻഡർ. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? മിസ് ചെയ്തപ്പോൾ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? 1 1 0 1 1 1 ഇങ്ങനെയല്ലേ കിട്ടുക? തെറ്റിയിട്ടുണ്ടോ? നിങ്ങൾ തെറ്റിയോ? 1 0 0 1 1 0. യെസ്, ഇതാണ് കിട്ടുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ബൈനറി നമ്പർ കിട്ടി അല്ലെ? ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഈ ബൈനറി നമ്പറിന്റെ എന്ത് കാണണം? ബൈനറിനെ നമ്മൾ 8 ബിറ്റ് ആക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനെ 8 ബിറ്റ് ആക്കുക. അപ്പൊ ആൻസർ എന്താണ്? 1 0 0 1 1 0 1 2 3 4 5 6 7 8 8 ബിറ്റ് ആക്കി. 2 0 ആഡ് ചെയ്ത് 8 ബിറ്റ് ആക്കി. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 8 ബിറ്റ് കിട്ടിയ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 8 ബിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ 1's കോംപ്ലിമെന്റ് കാണണം. എങ്ങനെയാണ് നമ്മൾ 1's കോംപ്ലിമെന്റ് കാണുക? 1നെ ഒക്കെ 0 ആക്കുക, 0നെ ഒക്കെ 1 ആക്കാം അല്ലെ? അപ്പൊ നമുക്ക് 1 1 0 1 1 0 0 1 ഇങ്ങനെ കിട്ടും. ഇനി ഇതിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ +1 ചെയ്യുമ്പോഴാണ് നമുക്ക് 2's കോംപ്ലിമെന്റ് കിട്ടുക. അപ്പൊ 1 + 1 0 1 ക്യാരി. 1 + 0 1 0 1 1 0 1 1. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, അല്ലെങ്കിൽ നമ്മുടെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ടോന്ന് ഒന്ന് നോക്കുമോ? ഈ ആൻസർ തന്നെയാണോ കിട്ടിയത് എന്നുള്ളത് ഒന്ന് കറക്റ്റ് നോക്കി നോക്കുമോ? 1 1 0 അതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. 1 1 0 1 1 0 1 0. യെസ്, വില്യം പ്രിൻസിന്റെ ശരിയാണ് അല്ലേ? ഓക്കെ, കുറെ പേർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെന്റ് കാണുക കേട്ടോ. അപ്പൊ ഇവിടെ 1's കോംപ്ലിമെന്റ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി, ഇതായിരിക്കും ആൻസർ. ഇവിടെ 2's കോംപ്ലിമെന്റ് ആയതുകൊണ്ട് 1's കോംപ്ലിമെന്റിന്റെ കൂടെ +1 ചെയ്യാം. ഓക്കെ, യെസ്, റെഡി. അപ്പൊ ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇനി എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ്. ഇവിടെ കുറച്ച് എന്ത് ചോദിച്ചിട്ടുണ്ട്? കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണിത്. നെഗറ്റീവ് അല്ലേ? ഫസ്റ്റ് ബിറ്റ് 1 അല്ലേ വേണ്ടേ? നെഗറ്റീവ് ആയോണ്ട് ഫസ്റ്റ് ബിറ്റ് നമുക്ക് ലാസ്റ്റ് 1 അല്ലേ കിട്ടിയത് 2's കോംപ്ലിമെന്റിന്? ഇവിടെയാണോ പറഞ്ഞത്? അത് നമ്മൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിലാണ് അത് നോക്കേണ്ടത് കേട്ടോ. അമേരിക്കൻ സ്പെഷ്യൽ കോഡോ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡാണ് കേട്ടോ. ഓക്കെ, ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ
ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി. ഇനി രണ്ടാമത്തേതാണ് എപ്സിഡിക്. എപ്സിഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞോളൂ? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഓക്കെ, ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഓക്കെ, അടുത്തതാണ് ഇസ്കി. ഇസ്കി എന്താ? അമേരിക്കനെ മാറ്റിയിട്ട് ഇന്ത്യൻ ആക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ 2 ഡി മോർഗൻസ് തിയറം. 2 ഡി മോർഗൻസ് തിയറംസ് ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ CS-ന്റെ പവർ ഇതൊന്നും അല്ല കേട്ടോ, ഫൈനൽ മാരത്തോൺ ആണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അവരോടൊക്കെ വരാൻ പറയാം കേട്ടോ. ഓക്കെ, ഡി മോർഗൻസ് തിയറം ചോദിച്ചാൽ x plus y whole complement equal to x complement dot y complement, അല്ലെങ്കിൽ x dot y whole complement equal to x complement plus y complement. ഓക്കെ, ഇതാണ് ഡി മോർഗൻസ് തിയറം. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്, ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ബൈനറീനെ എങ്ങനെയാണ് ഒക്ടൽ ആക്കുക, ബൈനറീനെ എങ്ങനെയാണ് ഹെക്സാഡെസിമൽ ആക്കുക? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സും വൈയും എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് ഇപ്പം 101011 ഇതാണ് നമ്മുടെ ബൈനറി. ഇതിന് ഒക്ടൽ ആക്കുക എങ്ങനെയാണ്? ഒക്ടൽ ആക്കണം എന്നുണ്ടെങ്കിൽ 3 ബിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മുകളിൽ 421 എന്ന് എഴുതാം, 421 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 1 ഉള്ളത് എവിടേക്കാണ്? 2ന്റെയും 1ന്റെയും താഴെയാണ് അല്ലേ? അപ്പൊ 2 + 1 3, ഇവിടെ 4 + 1 5 അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ എക്സിനെ കിട്ടി. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53 ആണ്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ മക്കളെ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് y ആണ്, ഹെക്സാഡെസിമൽ ആണ്. അപ്പൊ 101011 ഇതിനെങ്ങനെയാ? 3 ബിറ്റായി കട്ട് ചെയ്തതിന് പകരം 4 ബിറ്റായിട്ട് കട്ട് ചെയ്യുക, 2 0 ഇടുക, 4 ബിറ്റായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിതാ 8421 ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പൊ 8 9 10 11 ഇത് 11 ആണ്. 11 നമ്മൾ ഹെക്സാഡെസിമൽ എഴുതാൻ പാടില്ല, ബി എന്നാണ് നമ്മൾ എഴുതാം. ഓക്കെ, ഇവിടെ അടുത്തത് 2 ആണ്. അപ്പൊ വൈന്റെ ആൻസർ 2B ആണ് നമ്മുടെ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇതാണ് എക്സിൻ്റെയും വൈൻ്റെയും ആൻസർ. സിമ്പിളാണ് കൺവേർഷനൊക്കെ. എല്ലാ കൺവേർഷൻസും ചെയ്യാനുള്ള ഒരു സമയം നമുക്കില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? മെത്തേഡ്സ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് വിച്ച് ഗേറ്റ്സ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്, ഡ്രോ ദെയർ സിംബൽസ്. ഏതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ? യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. നാൻഡും നോറും ആണ് അല്ലെ? നാൻഡും നോറും ആണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. നാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ നാൻഡ് വരിക. ആൻഡിന്റെ കൂടെ നോട്ട് കൊടുത്താൽ നാൻഡായി. ഇനി നോറാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരിക. ഓറിന്റെ കൂടെ ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോറായി. ഓക്കെ, ഇതാണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. യെസ്,
അടുത്തത് ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ഇതൊക്കെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ എക്സാം ഇപ്പോൾ കുറച്ച് ടഫ് ആക്കുകയാണെങ്കിൽ വരാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇതൊന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൂവ് ദാറ്റ് NOR gauge is a universal gauge by which implement all basic gates. നമ്മൾ ഈ NANDനെയും NORനെയും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം അവരെ വെച്ച് നമുക്ക് എല്ലാരെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതായത് NAND ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രാം. ഒന്നുമില്ല, ഒരു NANDന് പകരം 2 ഇൻപുട്ട് കൊടുത്തു എന്നുള്ളത് മാത്രം, രണ്ടിനും കൂടെ. ഓക്കെ, ഇനി NAND ഉപയോഗിച്ച് AND ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഗേറ്റ് മതി. NAND ഉപയോഗിച്ച് OR ഉണ്ടാക്കുകയാണെങ്കിൽ 3 ഗേറ്റ് വേണം. ഒന്നുമില്ല, നിങ്ങൾ ആ പേര് ആലോചിച്ച് നോക്കിയേ. NAND AND ഒരേപോലത്തെ പേരാണ് അല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് പറയാം NAND NAND ഉപയോഗിച്ച് AND ഉണ്ടാക്കുമ്പോൾ 2 ഗേറ്റ് മതി. NAND ഉപയോഗിച്ച് OR ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, എന്താണ് ട്രൂത്ത് ടേബിൾ വേണ്ടേ? ട്രൂത്ത് ടേബിൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവിടെ സ്റ്റേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്. സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആ ഒരു വേർഡില്ലേ, മറ്റേ സെന്റൻസ് ആയിട്ട് നമ്മൾ പറയില്ലേ, ദ സം ഓഫ് കോംപ്ലിമെന്റ് ഓഫ് 2 വേരിയബിൾ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് എന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്, ആ സെന്റൻസ് പഠിക്കുക. അപ്പൊ സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് എഴുതിയാൽ മതി. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ട്രൂത്ത് ടേബിളൊക്കെ വെച്ച് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നോറും അതേപോലെ തന്നെയാണ്. നോർ ഉപയോഗിച്ച് നോട്ട് ആണെങ്കിൽ 1 മതി, നോർ ഉപയോഗിച്ച് ഓർ ആണെങ്കിൽ 2 എണ്ണം, നോർ ഉപയോഗിച്ച് ആൻഡ് ആണെങ്കിൽ 3 എണ്ണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഈ ലോജിക് സർക്യൂട്ട്സ് ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അതായത് ഇപ്പൊ ഇത് എന്താണ് ഫൈനൽ ഇക്വേഷൻ വരിക എന്നുള്ളത് നോക്കിക്കേ. ഇവിടെ എനെയും ഇതെന്താ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതെന്ന് നോക്കിക്കേ. ഡ്രോ ദ ഗിവൺ ലോജിക് സർക്യൂട്ട് ആൻഡ് മാർക്ക് ദ ഔട്ട്പുട്ട്. എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ എ ഇതാണ്, ബി ഇതാണ്. ഓക്കെ, എ ഇതാണ്, ബി ഇതാണ്. എയും ബിയും കൂടി ആൻഡ് ചെയ്തു, അപ്പൊ എ ഡോട്ട് ബി ആയി. ഇവിടെ എനെ കോംപ്ലിമെന്റ് ചെയ്തു ബി, അപ്പൊ എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കിട്ടി. ഓക്കെ, ഇനി എന്താ നമുക്ക് കിട്ടുക? ഇവിടെ രണ്ടിനെയും കൂടെ പ്ലസ് ചെയ്തു, അപ്പൊ എ ഡോട്ട് ബി പ്ലസ് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി. ബിനെ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം, എ പ്ലസ് എ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ. അപ്പൊ ബി ഡോട്ട് 1, ബി ആണ് ആൻസർ വരിക. ഈ ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ടോ മക്കളെ? ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടോ? അതായത് ഓർ ഗേറ്റ് ആണെങ്കിൽ അഡീഷനും, ഓർ ഗേറ്റ് ആണെങ്കിൽ അഡീഷനും, ആൻഡ് ഗേറ്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും. അത് അറിഞ്ഞാൽ മതി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ നിങ്ങൾ ഇത്ര ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ അല്ലേ. കൺവേർട്ട് ഡെസിമൽ 28 ടു ബൈനറി. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക? 28നെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 28നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14, 0 റിമൈൻഡർ. 14/2 7, 0 റിമൈൻഡർ. 7/2 3, ഒരു റിമൈൻഡർ. 3/2 1, ഒരു റിമൈൻഡർ. 1/2 0, ഒരു റിമൈൻഡർ. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ 11100 ഇതായിരിക്കും വരിക. ഓക്കെ, യെസ്. ഇനി അതിൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ.
പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബൈനറി കാണുക എന്നുള്ളതാണ്. ബൈനറി നമ്മൾ ഇവിടെ കണ്ടു, എന്താണ്? 1 1 1 0 0. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 8 ബിറ്റ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8 അല്ലേ? ഇതിപ്പോൾ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ബിറ്റിന് 0 ഇട്ട് കൊടുത്തത്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇവിടെ നമ്മൾ 1 എന്നാണ് കൊടുക്കുക. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യെസ്, ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ഡാഷ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞോളൂ. നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം. യെസ്, വെരി ഗുഡ്. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് അല്ലെ? ബേസ് ഓർ റാഡിക്സ്, ഇതിനെയാണ് നമ്മൾ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ലിസ്റ്റ് എനി 4 ഇമേജ് ഫയൽ ഫോർമാറ്റ്. ഏതെങ്കിലും 4 ഇമേജ് ഫയൽ ഫോർമാറ്റ്. അപ്പോൾ ഇമേജ് ഫയൽ ഫോർമാറ്റ് ഉണ്ട്, ഓഡിയോ ഫയൽ ഫോർമാറ്റ്, വീഡിയോ ഫയൽ ഫോർമാറ്റ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 ഇമേജ് ഫയൽ ഫോർമാറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച കുറേ എണ്ണല്ലേ, JPEG, ജോയിന്റ് പിക്ചർ, ഇതിനൊക്കെ ഫുൾ ഫോം പഠിക്കുക കേട്ടോ. ചിലപ്പോൾ ഫുൾ ഫോം ആയിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് JPEG, ജോയിന്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ്, BMP, ബിറ്റ് മാപ്പ്, അതേപോലെ തന്നെ TIFF, ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്, പിന്നെ GIF, ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്, പിന്നെ PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇതിൽ പറയാൻ പറ്റും. ഇനി അടുത്തത് യെസ്, ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ മക്കളെ നമുക്ക് മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോ ഡാറ്റാസിനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, നമ്പർ കൺവേർഷൻ പഠിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. പിന്നെ ബൂലിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞൊരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാം എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയാൽ തന്നെ ഒരു 80% കഴിഞ്ഞു. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ് ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്ന് പോലും നിങ്ങൾ വിട്ടുപോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3rd ചാപ്റ്ററിലേക്ക് പോയാലോ മക്കളെ? സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു, ഇനി 3rd ചാപ്റ്ററിലേക്ക് പോയാലോ? യെസ്, റെഡി ആണോ? നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നിങ്ങൾ റെഡി ആണോ എന്ന് പറഞ്ഞേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു, 3rd ചാപ്റ്ററിന് നിങ്ങൾ റെഡി ആണോ? 3rd ചാപ്റ്റർ കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഓക്കെ ആണോ? ആണെങ്കിൽ 2 യെല്ലോ ഹേർട്ടുകൾ മിസ്സിന് ഇട്ടുതരാം. 2 ചാപ്റ്റർ സെറ്റ് ആകുമ്പോൾ നമ്മൾ 2 യെല്ലോ ഹേർട്ട് ഇടും. 3 ചാപ്റ്റർ സെറ്റ് ആകുമ്പോൾ നമ്മൾ 3 യെല്ലോ ഹേർട്ട് ഇടും. ഓക്കെ, അപ്പോൾ 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഫുൾ ഓക്കെ ആണ്, റെഡി ആണ്, മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണെങ്കിൽ 2 യെല്ലോ ഹേർട്ട് മിസ്സിന് ഇട്ടുതരാം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്തതാണ് 3rd ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് പക്കാ തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് പഠിപ്പിച്ചു തന്ന സമയത്ത് തന്നെ മിസ് നിങ്ങളോട് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? യെസ്, ഡിഫൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? യെസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? യെസ്, വെരി ഗുഡ്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് അല്ലേ? ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് സിസ്റ്റം അല്ലേ? യൂസറിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, പ്രോസസ് മാനേജ്മെൻറ്റ് അല്ലേ? പ്രോസസ്സുകളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്?
നമ്മുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ മെമ്മറി മാനേജ്മെന്റ്, ഓക്കെ, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, അങ്ങനെ കുറേ എണ്ണം. ഈ 4 എണ്ണം, കുറേ എണ്ണമല്ല, ഈ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാക്കം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഫയൽ മാനേജ്മെന്റ്. അപ്പം ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രൊസസ്സർ. എന്താ ഈ ലാംഗ്വേജ് പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരെയാണ് നമ്മൾ ലാംഗ്വേജ് പ്രൊസസ്സർ എന്ന് പറയാം? ആരാ മക്കളെ ലാംഗ്വേജ് പ്രൊസസ്സർ? യെസ്, ആരാണ് ലാംഗ്വേജ് പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ? ആരാ? ട്രാൻസ്ലേറ്റേഴ്സ് അല്ലേ? അല്ലേ, ഒരു ലാംഗ്വേജിനെ വേറെ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് അല്ലേ അവര്, ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ്. യെസ്. അപ്പൊ അതിൽ ആരൊക്കെയുണ്ട്? നമ്മൾ 3 ആൾക്കാരെയാണ് പഠിച്ചത് അല്ലേ? ഒന്ന് നമുക്ക് അസംബ്ലർ, അതേപോലെ തന്നെ കമ്പൈലർ, പിന്നെ നമുക്ക് മൂന്നാമത്തതാണ് ഇന്റർപ്രറ്റർ. ഓക്കെ, ഇന്റർപ്രറ്റർ. അപ്പൊ ഇതില് ഈ കമ്പൈലർ അല്ല, അസംബ്ലർ എന്താ ചെയ്യുക? അസംബ്ലി ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് ആക്കുക. പക്ഷെ കമ്പൈലറും ഇന്റർപ്രറ്ററും ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് ആക്കുക. അപ്പൊ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്? അപ്പൊ കമ്പൈലർ എന്താ ചെയ്യുന്നത്? കമ്പൈലർ എല്ലാം കൂടെ ഒരു സിംഗിൾ റണ്ണിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ്. റെഡി? The same question ആട്ടോ. Write the names of 3 types of language processor. Okay. അടുത്തത് write an example for free and open source software. Free and open source software എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ ആണ് അല്ലേ? കംപ്ലീറ്റ് ഫ്രീ ആണ്. നമുക്ക് ഒരുപാട് ഫ്രീഡംസ് തരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ GNU ലിനക്സ്, ജിംബ്, മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പം ഇവിടെ 2 മാർക്കാണ്. മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക. ഇവിടെ ജസ്റ്റ് നിങ്ങൾ പേര് എഴുതിയാൽ മതി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1-2 പോയിന്റ് എങ്കിലും ഓരോ ഡിവൈസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് നമ്മൾ കുറേ എണ്ണം പഠിക്കുന്നുണ്ട് അല്ലേ? ജോയ്സ്റ്റിക്ക്, അതേപോലെ തന്നെ സ്കാനർ ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ജോയ്സ്റ്റിക്ക്, സ്കാനർ, ലൈറ്റ് പെന്ന് ഒക്കെ പറയാം. അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നമ്മുടെ VDU അല്ലെ, മോണിറ്റർ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അതേപോലെ തന്നെ പ്രിൻ്റർ, സ്പീക്കർ, ഇതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും പറയാൻ പറ്റും. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും പറയാം. റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് റാം. പറഞ്ഞോളൂ, റാമിൻ്റെ ഫുൾ ഫോം എന്താണ്? റാം എന്താ? യെസ്, റാമിൻ്റെ ഫുൾ ഫോം എന്താ മക്കളെ? റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? റാൻഡം ആക്സസ് മെമ്മറി. റോം എന്താ? അപ്പോൾ റാം റാൻഡം ആക്സസ് മെമ്മറി ആണെങ്കിൽ റോം റീഡ് ഓൺലി മെമ്മറി ആണ് കേട്ടോ. റീഡ് ഓൺലി മെമ്മറി. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റാം ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ സെപ്പ് ചെയ്ത് പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. 2 കുട്ടികളായിട്ട് വിചാരിക്കാം. റാം എന്ന് പറയുന്ന ആൾ ഭയങ്കര സ്പീഡായിട്ട് വായിച്ചും എഴുതിയും ഒക്കെ പഠിക്കുന്ന ആളാണ്. പക്ഷേ വോളട്ടൈലാണ്. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡാറ്റ പോകും. അപ്പോൾ നമുക്ക് പറയാം റാം എന്താണ്? ഭയങ്കര ഫാസ്റ്റായിട്ട് പഠിക്കും, വായിച്ചു എഴുതിയൊക്കെ പഠിക്കും. പക്ഷെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പഠിച്ചതൊന്നും ഓർമ്മയുണ്ടായില്ല. അതേപോലെ കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റയൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ റോം അങ്ങനെയല്ല. റോം സ്ലോവർ ആണ്, റീഡിങ് മാത്രമേ ചെയ്യുള്ളൂ, നോൺ വോളട്ടൈൽ ആണ്.
ഓക്കെ, നോൺ വോളറ്റൈൽ ആണ്. അതായത് എന്തായാലും നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഡാറ്റ അവിടെ ഉണ്ടാകും, പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ റോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റൈറ്റ് ദ നെയിംസ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് CPU. നമ്മളെ CPU-ന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് നമ്മുടെ CPU-ന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ്? നിങ്ങൾ പറഞ്ഞേ. യെസ്, ഏതൊക്കെയാണ് നമ്മുടെ CPU-ന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ്? പെർമനന്റ് മെമ്മറിയോ? യെസ്, അക്യുമുലേറ്റർ, MAR ഒക്കെ പറയാൻ പറ്റും അല്ലെ? അക്യുമുലേറ്റർ, അതേപോലെ തന്നെ MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MBR മെമ്മറി ബഫർ രജിസ്റ്റർ, IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ PC. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ CPU-ന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് e-waste? ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് എനി 2 e-waste ഡിസ്പോസൽ മെത്തേഡ്സ്. അപ്പോൾ e-waste എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PYQ മാത്രം പഠിച്ച A+ കിട്ടും, A+ കിട്ടും, ഉറപ്പ് പറയാം കേട്ടോ, കിട്ടും. ഓക്കെ, e-waste എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ e-waste എന്ന് പറയുന്നത് മക്കളെ ഇലക്ട്രോണിക് വേസ്റ്റിനെയാണ് നമ്മൾ e-waste എന്ന് പറയാം. ഓക്കെ, എന്താണ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നിയറിങ് എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ് കഴിയാനായിട്ടുള്ള ആൾക്കാരാണ് e-waste. അപ്പോൾ e-waste ഡിസ്പോസൽ മെത്തേഡ്സ് യെസ് വെരി ഗുഡ്. ഒന്ന് റീസൈക്ലിംഗ് അല്ലേ? അപ്പോൾ അതേപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഒന്ന് പറയാം, റീയൂസ്, അതേപോലെ തന്നെ റീസൈക്കിള്, പിന്നെ ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിങ്. ഓക്കെ, ഇൻസിനറേഷൻ, അതേപോലെ തന്നെ ലാൻഡ് ഫില്ലിങ്. ഇങ്ങനെ 4 എണ്ണമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ e-wasteന്റെ ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എക്സ്പാൻഡ് ദ ഫോളോയിങ്. USB-ൻ്റെയും HDMI-ൻ്റെയും ഫുൾ ഫോം എന്താണ്? പറഞ്ഞോളൂ. USB-ൻ്റെയും HDMI-ൻ്റെയും ഫുൾ ഫോം എന്താ? യെസ്, എന്താ മക്കളെ USB എന്താണ്? യെസ്, വെരി ഗുഡ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് USB എന്ന് പറയുന്നത്. HDMI എന്താ? യെസ്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് മീൻ ബൈ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? എന്താണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? എന്താണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? എന്താ? നമ്മുടെ വൈറസ് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ കയറിയിട്ടുണ്ടോ എന്ന് നോക്കി അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ആളാണ് ആന്റിവൈറസ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്കാൻ കമ്പ്യൂട്ടർ ഫോർ വൈറസ് ആൻഡ് റിമൂവ് ദം അല്ലേ? സ്കാൻ ചെയ്ത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിനെ റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടാൻജിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ഇസ് നോൺ ആസ് ഡാഷ്. എന്താണത്? ടാൻജിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. തൊടാനും യെസ് വെരി ഗുഡ്, ഹാർഡ്വെയർ അല്ലേ? ഹാർഡ്വെയർസ് ആണ് നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രൊസസ്സർ ആൻഡ് റാം ഇസ് കോൾഡ് ഡാഷ്. നമ്മുടെ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയിലുള്ള ഒരു കുഞ്ഞി ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. യെസ് വെരി ഗുഡ്, ക്യാഷ് മെമ്മറി ആണ് സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രൊസസ്സർ ആൻഡ് റാം. ഓക്കെ, അടുത്തത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ്
ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. നമുക്ക് മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ട്. അതിലെ സെക്കൻഡറി മെമ്മറിയിൽ വരുന്നതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. യെസ്, അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് CD പറയാം, DVD ഒക്കെ പറയാം അല്ലേ, CD DVD ഒക്കെ പറയാം. ഇനി arrange the following memories in descending order depending on their speed. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പം വലിയ സ്പീഡാണ്, കൂടുതൽ സ്പീഡുള്ള ആൾ ആരാണെന്ന് ആദ്യം നോക്കാം. അപ്പം ഏറ്റവും കുറവ് സ്പേസ് ഉള്ള ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുണ്ടാവുക. അപ്പം ഫസ്റ്റ് വരിക രജിസ്റ്റേഴ്സ് ആണ്. അതായത് വലുതിൽ നിന്ന് സ്പീഡ് കൂടുതലുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. സ്പീഡ് ആദ്യം കൂടുതൽ ഉണ്ടാവുക നമ്മുടെ രജിസ്റ്റേഴ്സിനായിരിക്കും അല്ലേ. ഇവിടെ മിസ് ഈ ഒരു പാത്രം നോക്കാം, ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും ചെറിയ പാത്രം, അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. പിന്നെ ക്യാഷ് മെമ്മറി, പിന്നെ റാം. ഓക്കെ, പിന്നെ ക്യാഷ് മെമ്മറി, പിന്നെ റാം, അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, പിന്നെ മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കാം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിയസ് കോമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാർച്ച് 2018 essayയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം വാരിയസ് കോമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ മാത്രമായിട്ട് മിസ് പറയുന്നില്ല, ഫുള്ളായിട്ട് പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ നമുക്ക് മെയിനായിട്ട് രണ്ടെണ്ണമാണ് ഉള്ളത്. ഓക്കെ, അത് ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഓക്കെ, യെസ്, ഇപ്പൊ റെഡി ആയില്ലേ? റെഡി അല്ലേ മക്കളെ? ഓക്കെ 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 യെസ്. അപ്പൊ നമ്മള് അടുത്തത് എന്താണ്? ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിയസ് കോമ്പോണൻസ് ആണ് ചോദിച്ചത് അല്ലേ. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് മക്കളെ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ലാംഗ്വേജ് പ്രൊസസ്സർ, അതേപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്ന രണ്ടെണ്ണമാണ് ജനറൽ പേർപ്പസും അതേപോലെ തന്നെ സ്പെസിഫിക് പേർപ്പസും. ഓക്കെ, ജനറൽ പേർപ്പസും സ്പെസിഫിക് പേർപ്പസും ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ചോദിച്ചത് ഇത് മാത്രമാണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ഈ ഭാഗം എഴുതിക്കോ. ഓക്കെ, ഇത് എഴുതാം. എന്നിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് എഴുതുക. അതേപോലെ തന്നെ അതിൻ്റെ 4 ഫങ്ഷൻസ് എഴുതാം. പിന്നെ ലാംഗ്വേജ് പ്രൊസസ്സർ എന്താണെന്ന് എഴുതുക. അതിൻ്റെ 3 ടൈപ്പ് എഴുതുക. ആ 3 ടൈപ്പ് എന്താ ചെയ്യുന്നത്, ഏത് ലാംഗ്വേജിൽ നിന്ന് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അറിയോ അതൊക്കെ എഴുതാം. പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, കുറേ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് നമുക്കറിയാം. അപ്പോൾ ഓരോന്നും എന്താണ് ഏതിനാണെന്നുള്ളത് എഴുതാം. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പഠിച്ച കാര്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് അറിയോ അതൊക്കെ എഴുതിക്കോ. ഓക്കെ, യെസ്, റെഡി. അടുത്തത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. അതായത് നമ്മൾ IT സാധനങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്. അപ്പോൾ ഇവിടെ നമ്മളോട് ഗ്രീൻ ഡിസൈന്, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ, ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ആരോ ഒന്ന് മിസ്സിനോട് ഗ്രീൻ യൂസിൻ്റെ എന്തോ ഒരു ഡെഫിനിഷൻ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ, കമ്പ്യൂട്ടറിൻ്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനൊക്കെ കുറച്ചുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി മാനറിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുക, കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ ഗ്രീൻ യൂസ് എന്ന് പറയുക. അതേപോലെ ഗ്രീൻ ഡിസൈന്, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ ഡിസ്പോസൽ. ഓക്കെ, യെസ്.
Okay. Pick out the software which rearrange the scattered files in the hard disk and improve the performance of the system. ഇതിലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, rearrange the scattered filesനൊക്കെ ഇതാക്കുന്ന ആൾക്കാർ ആരാണ്? യെസ്, വെരി ഗുഡ്. ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ആണ് അല്ലെ. ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ആണ് നമുക്ക് ഫയൽസിനെ റീഅറേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ഫിഗേഴ്സ് ഗിവൺ ബിലോ. ഇത് ഏതോ ഒരു ഇൻപുട്ട് ഡിവൈസ് പഠിച്ച സമയത്തുള്ളതാണ്. ഇതൊക്കെ ആർക്കും എഴുതാൻ പറ്റുമോ അല്ലെ? QR കോഡ് അല്ലെങ്കിൽ ബാർ കോഡ്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അറിയാത്തവരുണ്ടാവോ? ഇല്ല അല്ലെ? QR കോഡ്, ബാർ കോഡ്. യെസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്റർ ഫുൾ തിയറി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഹാർഡ്വെയർസിന് പഠിച്ചു. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മെമ്മറി പഠിക്കണം, മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. മിസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണമെന്നുള്ളത്. അപ്പോൾ മെമ്മറീൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെന്താ ഉള്ളത്, ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഒരു 5 എണ്ണമെങ്കിലും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡുകളൊക്കെ പഠിക്കണം. ഈ വേസ്റ്റ് എന്താണെന്ന് പഠിക്കണം. പിന്നെ സോഫ്റ്റ്വെയറിൽ മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക, ലാംഗ്വേജ് പ്രോസസ്സർ ഏതൊക്കെയാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. ഇത്രയും പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, ഫ്രീവെയറും ഷെയർവെയറും തമ്മിൽ എന്താണ് ഡിഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ 3 ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ മക്കളെ? നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലേ? യെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോണത്. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അതിൽ അൽഗോരിതം, ഫ്ലോ ചാർട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Some of the components in the phases of programming are given below. Write them in the order of their occurrence. അപ്പം ഇതിൻ്റെ ഒരു ഒക്കുറൻസിൻ്റെ ഓർഡറിൽ നിങ്ങൾ എഴുതണം. നമുക്കറിയാം, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് വരിക ഇതാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. അങ്ങനെ നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഡിങ് അല്ലേ, പ്രോഗ്രാം എഴുതണം. അതാണ് കോഡിങ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാം കോഡ് എഴുതാണ് വേണ്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരിക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യം. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിങ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ, ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഡീബഗ്ഗിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ട്രാൻസ്ലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻറ്റേഷൻ്റെ 2 ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ സിൻടാക്സ് എറർ ആൻഡ് ലോജിക്കൽ എറർ. ഓക്കെ, സിൻടാക്സ് എററും ലോജിക്കൽ എററും തമ്മിൽ എന്താണ് ഡിഫറൻസ്? സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് അല്ലെ? റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. സിൻടാക്സ് ഫോളോ ചെയ്യുന്നില്ല, ഗ്രാമർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ വരുന്ന മിസ്റ്റേക്കാണ് സിൻടാക്സ് എറർ. ഇനി പ്ലാനിങ്ങിലുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കിൽ വരുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ എറർ ഈസ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദ പ്രോഗ്രാം ലോജിക്. ഓക്കെ, ഇതാണ് സിൻടാക്സ് എററും ലോജിക്കൽ എററും തമ്മിലുള്ള ഡിഫറൻസ്.
അടുത്തത് ഡ്രോ എനി 3 സിംബൽസ് യൂസ്ഡ് ഇൻ എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 3 സിംബൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ സിംബൽസ് നമ്മൾ കുറേ എണ്ണം അറിയാം. ഒന്ന് എലിപ്സ് പറയാം അല്ലെ, സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എലിപ്സ്. അതേപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കാൻ അല്ലെ, പ്രോസസ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിള്. പിന്നെ ഡെസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഈ ഒരു റോംബസ് കൊടുക്കാറുണ്ട്, ഡെസിഷൻ മേക്കിങ്ങിന് അല്ലെ. അതേപോലെ നിങ്ങൾക്ക് അറിയണമൊക്കെ പറഞ്ഞേ. യെസ്. പിന്നെ പാരലലോഗ്രാം കൊടുക്കുന്നുണ്ട്. ഏതിനാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലലോഗ്രാം കൊടുക്കാറുണ്ട്. യെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ ഫ്ലോ ലൈൻസ് ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നുള്ള ഫ്ലോ ലൈൻസ് കൊടുക്കാറുണ്ട്. പിന്നെന്താ, ഫ്ലോ ലൈൻസ് കൊടുക്കാറുണ്ട്. കണക്റ്റേഴ്സ്. യെസ്, വെരി ഗുഡ്. കണക്ടർ കൊടുക്കാറുണ്ട്. അപ്പം പെയറായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, പെയറായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് സിംബൽ ഏതാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ടറാണ് ആൻസർ കേട്ടോ. ഓക്കെ. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് എന്താണ്? നമ്മളിങ്ങനെ എഴുതുന്നതിനേക്കാളും വരച്ച് കാണിക്കുമ്പോൾ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? നമുക്ക് പറയാം. ഒന്നാമത്തത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് എന്താണ്? യെസ് എഫിഷ്യൻ്റ് കോഡിങ്. വെരി ഗുഡ്. എഫിഷ്യൻ്റ് കോഡിങ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എഫക്റ്റീവ് സിന്തസിസ് പറയാൻ പറ്റും. ഓക്കെ, എഫക്റ്റീവ് സിന്തസിസ് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് ഫേസസ് ഏതൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് ദ സിംബൽ യൂസ്ഡ് ഫോർ പ്രോസസ്സിങ് ഏതാണ്? ഈ ഒന്നാണ് കേട്ടോ, റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, റെക്റ്റാങ്കിൾ ആണ് പ്രോസസ്സിങ്ങിന്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. ചിലപ്പോൾ നിങ്ങളോട് അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നോളന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പായിട്ടാണ് എഴുതുക. അപ്പോൾ ആദ്യം തന്നെ മിസ് ഇവിടെ സ്റ്റെപ്പ് 1 എന്ന് എഴുതുകയാണ്. സ്റ്റെപ്പ് 1 എപ്പോഴും സ്റ്റാർട്ടായിരിക്കും. ഓക്കെ. അടുത്തത് നമ്മുടെ ഉള്ളിൽ ഒരു ഐഡിയ വേണം. ഏരിയ ഓഫ് സർക്കിൾ എങ്ങനെ കാണുക? ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ് അല്ലേ. അത് നമുക്കറിയാം. പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ് ഇൻറ്റു r ഇൻറ്റു r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, r ഇൻറ്റു r ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റേഡിയസ് യൂസറിനോട് ഇൻപുട്ട് ചെയ്യേണ്ടി വരും അല്ലെ. റേഡിയസ് വേണം, എന്നാലേ നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻപുട്ട് റേഡിയസ് അല്ലെങ്കിൽ ഇൻപുട്ട് r എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു r ഇൻറ്റു r. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 4ൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യണം. അപ്പം പ്രിന്റ് ഏരിയ, ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പം ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അൽഗോരിതം എഴുതുക. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കിലോ, ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കാം? ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, എലിപ്സ് കൊടുത്തു. പിന്നെ അടുത്തത് ഇൻപുട്ട് r. ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ നമ്മൾ പാരലലോഗ്രാമിലാണ് കൊടുക്കുക. അപ്പോൾ ഇതാ ഇൻപുട്ട് r എന്ന് നമ്മൾ പാരലോഗ്രാമിൽ കൊടുത്തു. പിന്നെ അടുത്തത് ഏരിയ കാണാനാണ്. അപ്പോൾ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു r ഇൻറ്റു r. ഓക്കെ, അടുത്തത് പ്രിന്റ് ചെയ്യാനാണ്. പ്രിന്റ് ചെയ്യാനും പാരലോഗ്രാമിലാണ് കൊടുക്കുക. അപ്പോൾ പ്രിന്റ് ഏരിയ. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് കൊടുക്കുകയാണ്.
ഓക്കെ, ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഏരിയ ഓഫ് എ സർക്കിൾ കൊടുക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ഇത് അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഇതൊക്കെ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, പൈനെ ഇനീഷ്യലൈസ് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ 3.14 എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ കൊടുത്തത്, പൈ എന്നല്ലല്ലോ കൊടുത്തത്. അപ്പൊ അതിനെ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, സം ആൻഡ് ആവറേജ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരണം, ഓക്കെ, സമ്മും ആവറേജും 3 നമ്പറിന്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണുക? എ ബി സി എന്ന് പറഞ്ഞ 3 നമ്പർ ആണെങ്കിൽ A + B + C അല്ലെ. ആവറേജ് എങ്ങനെ കാണുക? സം ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെയാണ് കാണാം. അപ്പൊ ഇവിടെ നമ്മളോട് ഫ്ലോ ചാർട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുക? സ്റ്റെപ്പ് 1 നമ്മള് സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, അൽഗോരിതാണ് മിസ് ആദ്യം എഴുതുന്നത് കേട്ടോ. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് എന്താ ഇൻപുട്ട് ചെയ്യാനുള്ളത്? ഇവിടെ 3 നമ്പറിനെ ഇൻപുട്ട് ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇൻപുട്ട് 3 നമ്പേഴ്സ് ABC അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇൻപുട്ട് ABC അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ സം ഈക്വൽ ടു A + B + C. ഓക്കെ, അതേപോലെ ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 3. അതൊരു സ്റ്റെപ്പിൽ തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി സ്റ്റെപ്പ് 4 നമ്മളിത് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്രിന്റ് സം ആവറേജ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. ഇനി നമ്മളോട് പറഞ്ഞത് ഫ്ലോ ചാർട്ട് ആണ്. നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മിസ് നിൽക്കുന്നത് കേട്ടോ. കൂടെ എഴുതണേ, കൂടെ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടാണ്. അത് മിസ് ഇത് അവിടെ ഒരു എലിപ്സിന്റെ ഉള്ളിൽ കൊടുത്തു. ഓക്കെ, അടുത്തത് ഇൻപുട്ട് 3 നമ്പേഴ്സ്. അപ്പം അത് പാരലലോഗ്രാമിന്റെ ഉള്ളിലാണ് കൊടുക്കുക. ഇൻപുട്ട് ABC. ഓക്കെ, അടുത്തത് സമ്മും ആവറേജും കാണാനാണ്. അപ്പം ഇങ്ങനെ സം ഈക്വൽ ടു A + B + C. അതേപോലെ ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 3 ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ കൊടുത്തു. ഇനി പ്രിന്റ് ചെയ്യാനാണ്. പ്രിന്റ് ചെയ്യാനുള്ളത് പാരലോഗ്രാമിന്റെ ഉള്ളിലാണ് കൊടുക്കാം. അപ്പൊ പ്രിന്റ് സം ആവറേജ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത്, ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ്. എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താ? യെസ്, ഇതൊരു ഫേസ് ആണ് അല്ലേ. എറേഴ്സ് എന്ന് പറഞ്ഞാൽ ബഗ്സ് ആണ്. ബഗ്സ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? യെസ്, എന്താണ് നമ്മൾ പറയാ? എന്താണ് എറേഴ്സ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നതിന് പറയാ? യെസ്, യെസ്, എന്താണ്? ഡീബഗ്ഗിംഗ് ആണ് അല്ലെ. ഡീബഗ്ഗിംഗ് ആണ്. യെസ്, ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഡീബഗ്ഗിംഗ് ആണ്. അടുത്തത് യെസ്, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ പ്രിന്റിംഗ് നമ്പേഴ്സ് 1 to 100. ഇത് കുറച്ചൊരു കുറച്ചും കൂടെ ലെവൽ കൂടിയൊരു ഇതാണ്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ലൂപ്പൊക്കെ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ലൂപ്പൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം നമുക്കറിയാം സ്റ്റാർട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് നമുക്ക് 1 മുതൽ 100 വരെയാണ് വേണ്ടത്. അപ്പോൾ 1 ഫസ്റ്റ് എന്നുള്ളത് 1, n = 1 എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കണം. അപ്പം മിസ് ഇവിടെ എന്ത് കൊടുത്തു? n = 1 എന്ന് കൊടുത്തു. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിലായിട്ട് മിസ് കൊടുത്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൂപ്പ് കൊടുക്കുകയാണ്. അതായത് ഓരോ പ്രാവശ്യവും 100 എത്തിയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് 100 എത്തുന്ന വരെ നമുക്ക് ഈ കാര്യം ചെയ്താൽ മതി. 100ന്റെ അപ്പുറത്തേക്ക് എത്തിയാൽ ഈസ് n <= 100 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആയാൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. അപ്പം
എന്നിന്റെ വാല്യൂ 100ന്റെ അപ്പൊ ആദ്യം 1 ആണ്. അപ്പൊ ചെക്ക് ചെയ്യും 1 100നേക്കാളും ചെറുതല്ലേ? ആണ്. യെസ്. അപ്പൊ അതിനെ പ്രിന്റ് ചെയ്യൂ. പിന്നെ എന്നിന്റെ വാല്യൂ n+1. അപ്പൊ എന്നിന്റെ വാല്യൂ 1 എന്നുള്ളത് 2 ആയി. ഇനി വീണ്ടും ചെക്ക് ചെയ്യും 200നേക്കാളും ചെറുതല്ലേ? ആണ്. അപ്പൊ അതിനെ പ്രിന്റ് ചെയ്തു. അങ്ങനെ 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 നമ്മൾ 100 എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രിന്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് യെസ്, പിക്ക് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് എ റീസൺ ഫോർ യുവർ ഫൈൻഡിങ്സ്. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? ഇതില് 3 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഒന്നിന് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അത്? എന്താണ്? ഇതിൽ നമുക്ക് ഒരു എൻട്രി ഫ്ലോയും ഒരു എക്സിറ്റ് ഫ്ലോയും ഉള്ളൂ അല്ലെ? ഇതിലും ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു എൻട്രി ഫ്ലോയും 2 എക്സിറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു മെയിൻ പ്രോബ്ലത്തിനെ കുറെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. ഓക്കെ. അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൗൺവേർഡ് ഇല്ലെന്നോ? ഡൗൺവേർഡ് 2 എണ്ണം ഉണ്ടാവും. അതാണ് കണ്ടത് കേട്ടോ. യെസ്. അപ്പൊ ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ വലിയൊരു പ്രോബ്ലത്തിനെ കുറെ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തതിന് ശേഷം താഴേന്ന്, ഏറ്റവും താഴെയുള്ള ലെവലിൽ നിന്ന് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അതാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഓവറോൾ പ്രോബ്ലം പ്രൊസീജിയർ ഇൻടു മൊഡ്യൂൾസ് and then subdividing each module until the lowest level is reached. എന്നാൽ എന്താ ചെയ്യുക? Each sub problem can be solved and tested independently. ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ? ഇവിടെയും ബ്രേക്കിംഗ് ഓവറോൾ പ്രൊസീജിയർ ഇൻ ടു കോമ്പോണൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ്, then subdividing each module until the lowest level of detail is reached. അത് കഴിഞ്ഞ് solution for main module will be developed only after designing specific solution to its submodule. സബ്മൊഡ്യൂൾസിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. ഇതാണ് അത്. ഓക്കെ. അടുത്തത്, ഡിഫൈൻ ദ ടേം ഡീബഗ്ഗിങ്. നമ്മൾ പറഞ്ഞു ബഗ്സ് എന്ന് പറഞ്ഞാൽ എറർ ആണ്. എറർ കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യുന്നതിനെയാണ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ചോദിക്കാറുണ്ട്. ഓക്കെ. യെസ്. ഓക്കെ. ഇനി ഇവിടെ ഡീബഗ്ഗിങ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബഗ്സ് എന്ന് പറഞ്ഞാൽ എറർ ആണ്. എറർ കണ്ടുപിടിച്ച് ഡിറ്റക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പറയുക അല്ലേ? ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്, അതിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നമ്മളോട് ഇവിടെ ചോദിച്ചത്, റൈറ്റ് ദ നെയിംസ് ഓഫ് 2 phases that are included in debugging. ഡീബഗ്ഗിങ് വരുന്ന 2 ഫേസുകൾ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ 2 ഫേസസ് ഏതൊക്കെയാണ്? യെസ്, എക്സിക്യൂഷനിലും അതേപോലെ തന്നെ
ഏതിലാ വരിക? യെസ്, എക്സിക്യൂഷനിലും ടെസ്റ്റിങ്ങിലും വരും. യെസ്, ദെൻ ട്രാൻസ്ലേഷനിലും. ഓക്കെ, ട്രാൻസ്ലേഷൻ. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫൈൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ദാറ്റ് ആർ എൻകൗണ്ടർഡ് ഡ്യൂറിംഗ് ദ കമ്പൈലേഷൻ. 2 ടൈപ്പ് എറേഴ്സ് നമുക്ക് പറയാൻ പറ്റും, സിൻടാക്സ് എററും അതേപോലെ തന്നെ ലോജിക്കൽ എററും കേട്ടോ. സിൻടാക്സ് എററും ലോജിക്കൽ എററും. ഇനി റൺ ടൈമിലുള്ളതാണ്, റൺ ടൈമിലുള്ള എക്സിക്യൂഷൻ സമയത്തുള്ളതാണ്. നമ്മുടെ എക്സിക്യൂഷന്റെ സമയത്തുള്ള എററാണ് ഏതാണ് എക്സിക്യൂഷന്റെ സമയത്തുള്ള എറർ? റൺ ടൈം എറർ അല്ലേ? റൺ ടൈം എറർ. അയ്യോ, യെസ്, റൺ ടൈം എറർ. ഓക്കെ, അടുത്തത് പറഞ്ഞോളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കാനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ അൽഗോരിതം ഇസ് കോൾഡ് ഡാഷ്. അൽഗോരിതത്തിന്റെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ഫ്ലോ ചാർട്ട് എന്ന് നമ്മൾ വിളിക്കും അല്ലെ? ഫ്ലോ ചാർട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 3rd ചാപ്റ്റർ അല്ലാത്ത 4th ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 4th ചാപ്റ്റർ സെറ്റ് ആയോ? 4th ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ മിസ്സിന് ഒരു 4 യെല്ലോ ഹേർട്ട് ഇട്ട് തരാം കേട്ടോ. യെസ്, 4th ചാപ്റ്റർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 യെല്ലോ ഹേർട്ട് മിസ്സിന് ഇട്ട് തരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ 5th ചാപ്റ്ററിലേക്ക് പോകും. 4th ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ 5th ചാപ്റ്ററിലേക്ക് പോവാണ്. 5th ചാപ്റ്റർ എവിടെയാണ്? 5th ചാപ്റ്റർ എവിടെ? യെസ്, 1, 2, 3, 4 ഒക്കെ കഴിഞ്ഞു. ഇനി 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ പറയാനുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് ആണ്. ഇതാ മക്കളെ പിടിച്ചോളൂ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് മീൻ ബൈ ലിറ്ററൽസ് ഇൻ C++? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ്. എന്താണ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കോൺസ്റ്റന്റുകളാണ് അല്ലേ? കോൺസ്റ്റൻസ് ആണ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പറയാം ഡാറ്റ ഐറ്റം ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയാം ഡാറ്റ ഐറ്റം ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് എക്സിക്യൂഷൻ. ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ്. ഏതൊക്കെയാണ് നമ്മുടെ ടൈപ്പുകൾ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തത് നമുക്കറിയാം. യെസ്, ഒന്നാമത്തത് ടൈപ്സിൽ ഒന്നാമത്തത് നമുക്ക് പറയാം ഇൻഡിജർ ലിറ്ററൽ. ഓക്കെ, ഒരു ഇൻഡിജർ ആയിട്ടുള്ള സാധനമാണ് ആ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡിജർ ലിറ്ററൽ ആണ്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ഇനി മൂന്നാമത്തതാണ് ക്യാരക്ടർ ലിറ്ററൽ. ഓക്കെ, ക്യാരക്ടർ ലിറ്ററൽ. ലാസ്റ്റ് വൺ ആണ് സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്ററൽ. അപ്പൊ ഒരു സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ക്യാരക്ടർ ലിറ്ററൽ ആണ്. ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ 2 നെയിമിംഗ് റൂൾസ് ഫോളോഡ് ടു ഫോം ആൻ ഐഡന്റിഫയർ. ഐഡന്റിഫയറിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ആ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, ഐഡന്റിഫയറിന് നമുക്ക് എന്ത് പേരും കൊടുക്കാം. ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് അല്ല, പേരില്ല, ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫയേഴ്സിൽ നമുക്ക് വരാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ഒരു ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ഒരു ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ, ഫസ്റ്റ് ക്യാരക്ടർ ഡിജിറ്റ് വരാൻ പാടില്ല. മൂന്നാമത്തതാണ് സ്പേസും
സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ അടുത്തതാണ് കീവേഡിനെ നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് വൺ, ഇത് കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, കേസ് സെൻസിറ്റീവ് ആണ്. ഇതാണ് നമുക്ക് റൂൾസ് വരുന്നത്. അടുത്തത് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ്. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാമിനെ നമ്മൾ എന്താണ് വിളിക്കുക? യെസ്, വെരി ഗുഡ്, ടോക്കൺസ് ആണ്. ഇതൊന്നും പഠിക്കാതെ എക്സാമിന് പോയത് കേട്ടോ. ടോക്കൺസ്, ഇതാണ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. അതേപോലെ അടുത്തത് യെസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ C++ ക്യാരക്ടർ സെറ്റ്. C++ ക്യാരക്ടർ സെറ്റുകൾ ഏതൊക്കെയാണ് അതാണ് നമുക്ക് പറയാൻ പറ്റുക. എന്തൊക്കെ കൊടുക്കാൻ പറ്റും? നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റും അല്ലേ? ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡിജിറ്റ്സ് കൊടുക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റും. സ്പേസ് കൊടുക്കാൻ പറ്റും. മറ്റ് ആസ്കി ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ ക്യാരക്ടർ സെറ്റ്. ഓക്കെ, ഇനി ഇതിൽ ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാണ്? ചിലപ്പോൾ നിങ്ങളോട് നേരെ റൂൾസ് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ആൾക്കാരെ തന്നിട്ട് ഏതൊക്കെയാണ് വാലിഡ്, ഏതൊക്കെയാണ് ഇൻവാലിഡ്. A1 ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് വാലിഡ് ആണോ, ഇൻവാലിഡ് ആണോ? എന്താ, ഇത് വാലിഡ് ആണ് അല്ലേ? A1 എന്ന് പറയുന്നത് വാലിഡ് ആണ്. നോയോ? എന്താ പ്രശ്നം? ഡിജിറ്റും ഒക്കെ നമുക്ക് വരാൻ പറ്റും, പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് D-W. നോ പ്രോബ്ലം. ഓക്കെ, D-W അതെന്താ, കൊടുക്കാൻ പറ്റുമോ? വാലിഡ് ആണോ? അല്ല അല്ലേ, ഇത് ഇൻവാലിഡ് ആണ്. അടുത്തതും ഇൻവാലിഡ് ആണ്. പിന്നെ QWA അതും എന്താണ്? അത് വാലിഡ് ആണ്. Z ഡോളർ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, അത് ഇൻവാലിഡ് ആണ്. ഇത് വാലിഡ് ആണ്, ഇത് ഇൻവാലിഡ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അടുത്തത് യെസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്യാരക്ടർ ലിറ്ററൽ ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽ. ക്യാരക്ടർ ലിറ്ററലും സ്ട്രിംഗ് ലിറ്ററലും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. ഓക്കെ, സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് ആണെന്നുണ്ടെങ്കിൽ, എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം ക്യാരക്ടർ ലിറ്ററൽ ആണ്. ഓക്കെ, അത് ക്യാരക്ടർ ലിറ്ററൽ ആണ്. ഇനി ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്, എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണെങ്കിൽ എന്താണ്? എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണെങ്കിൽ അതാണ് സ്ട്രിംഗ് ലിറ്ററൽ. ഓക്കെ, ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്തത് ഇതിലെ ഓരോ ലിറ്ററലും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, 4 ടൈപ്പ് ലിറ്ററൽസ് നമുക്കറിയാം. അങ്ങനെ ഏതൊക്കെയോ ടൈപ്പ് ഓഫ് ലിറ്ററൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ ഓരോന്നും ഏതാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഇതേതാ? ഫസ്റ്റത്തെ ലിറ്ററൽ ഏതാ? ഇതെന്താണ്? ഫസ്റ്റ് ലിറ്ററൽ ഏതാണ്? യെസ്, വെരി ഗുഡ്, ഇൻഡിജർ ലിറ്ററൽ ആണ്. രണ്ടാമത്തത് ഏതാ? ഇത് ഇൻഡിജർ ആണ്. രണ്ടാമത്തത് ഏതാണ്? സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സിംഗിൾ ഇത്, അത് ക്യാരക്ടർ ലിറ്ററൽ ആണ്. യെസ്, ക്യാരക്ടർ ലിറ്ററൽ ആണ്. ഇനി അടുത്തത് ഏതാ വരിക? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ് അടുത്തത് അല്ലെ? ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഇത് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. ഓക്കെ, സ്ട്രിംഗ് ലിറ്ററൽ ആണ്. ഇനി
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയാണ് ഇതിൽ ചോദിക്കാനുള്ളൂ കേട്ടോ. മെൻഷൻ ദ പർപ്പസ് ഓഫ് ടോക്കൺസ് ഇൻ C++. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 4 ടോക്കൺസ്. അപ്പൊ ടോക്കൺ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതെന്താ? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അല്ലെ? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം ആണ്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇനി അതിൻ്റെ 4 ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പൊളിക്ക് എന്ന് പഠിച്ചിരുന്നത്. യെസ്, വെരി ഗുഡ്. പൊളിക്ക്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ്. ഓക്കെ, കീവേഡ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫയേഴ്സ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽസ്. അതേപോലെ ഓപ്പറേറ്റേഴ്സ്, പിന്നെ പങ്ക്ച്വേറ്റേഴ്സ്. ഓക്കെ, പങ്ക്ച്വേറ്റേഴ്സ്. ഇത്രയാണ് ഉള്ളത് കേട്ടോ. യെസ്, ഓക്കെ. ഇത്രയുമാണ് നമ്മുടെ 5th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. 6th ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. 6th ചാപ്റ്റർ. ഓക്കെ, സിക്സ്ത് ചാപ്റ്റർ. യെസ്, ഒരു മിനിറ്റ് മക്കളെ. 6th ചാപ്റ്റർ ആണ്. നമ്മുടെ 5th ചാപ്റ്റർ കഴിഞ്ഞു. 5th ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ തന്നെ മെയിനായിട്ട് പഠിക്കാനുള്ളൂ കേട്ടോ. ഒരേ കാര്യം തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കാറുള്ളൂ. അത്ര ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അല്ലേ? അത് ഇതിൽ എവിടെയാണെന്നൊന്ന് മിസ് നോക്കട്ടെ. യെസ്, 1st ചാപ്റ്റർ കഴിഞ്ഞു. 3rd ചാപ്റ്റർ കഴിഞ്ഞു. ഒരു മിനിറ്റ് മക്കളെ, ഇത് ചാപ്റ്റേഴ്സ് യെസ്, വന്നു മിസ്, ഇതാ വന്നു. ഓക്കെ, അപ്പം അടുത്തത് നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേറ്റർ? ഇതിൽ ഏതാണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടികളുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ആ ചാപ്റ്റർ 9 ഉണ്ട് കേട്ടോ. ചാപ്റ്റർ 9ന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്, എ ആണ് ഓപ്പറേറ്റേഴ്സ്. അടുത്തത് യെസ്, ഓരോ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഫസ്റ്റ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പയർ ചെയ്യാനുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഈ ഈക്വൽ ആണോ എന്നുള്ളത് കമ്പാരിസൺ അല്ലേ? അപ്പൊ അത് ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, ഇത് അവിടെ കാണുന്നു, ലോജിക്കൽ ഓർ. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും ഇടുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, പിന്നെ അടുത്തതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതാണ് ഇത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഈക്വൽ ടു. റെഡി ആണല്ലോ? ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് യെസ്, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. സ്ട്രക്ചർ എങ്ങനെയാണ്? അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയായാലും സ്ട്രക്ചർ അറിയണം. അപ്പം എന്തായാലും നിങ്ങൾക്ക് മീൻസ് ഇനി അങ്ങോട്ട് പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ #include എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡർ ഫയൽ കൊടുക്കും. ഓക്കെ, ഹെഡർ ഫയൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് യൂസിങ് നെയിം സ്പേസ് std. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്തു? ഇൻഡ് മെയിൻ എന്ന് കൊടുത്തു. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. ഓക്കെ, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് റിട്ടേൺ 0 കൊടുത്തിട്ട്
നമ്മൾ എന്ത് ചെയ്യും? കേളി ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് കീവേഡ് കോൺസ്റ്റ് ഇൻ C++? എന്താണ് കോൺസ്റ്റ് എന്ന് പറയുന്നത്? കോൺസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്തിനാ കൊടുക്കുക? ഒരു കീവേഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോൺസ്റ്റ് പൈ ഈക്വൽ ടു 3.14 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈൻ്റെ വാല്യൂ ആ പ്രോഗ്രാമിൽ ഫുള്ളായിട്ട് 3.14 ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, വാല്യൂ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമുക്ക് പറയാം കീവേഡ് കോൺസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി, കോൺസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ വാല്യൂ ക്യാൻ നെവർ ബി ചേഞ്ച്ഡ്, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് കോൺസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്. ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണ് നമുക്കുള്ളത്? ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്? സൈൻഡ്, അല്ലേ? സൈൻഡ്, അൺസൈൻഡ്, അതേപോലെ തന്നെ ലോങ്, പിന്നെ ഷോർട്ട്. ഓക്കെ, സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്, ഇങ്ങനെ 4 എണ്ണമാണ് നമുക്കുള്ളത്. ഓക്കെ, അടുത്തത്, ദ മെമ്മറി സൈസ് ഓഫ് ഡബിൾ ഡാറ്റ ടൈപ്പ്. ഓരോന്നിൻ്റെയും സൈസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇൻറ്റിജറിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ്. ഇൻറ്റും ഫ്ലോട്ടും എന്താണ്? 4 ബൈറ്റ് ആണ്. അതേപോലെ തന്നെ ഇൻറ്റും ഫ്ലോട്ടും 4 ബൈറ്റ് ആണ്. പിന്നെ ക്യാർ എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്, 1 ബൈറ്റ് ആണ്. പിന്നെ 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 നമ്മളോട് ഇപ്പോൾ ചോദിച്ചു വോയിഡ് 0 ആണ്, എം ടി സെറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് ഡബിൾ അപ്പോൾ ചോദിച്ചത്, അല്ലേ? ഡബിളിൻ്റെ എത്രയാണ്? 8 ബൈറ്റ് ആണ്. ഡബിൾ 8 ബൈറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, പല രീതിയിലുള്ള ടൈപ്പ് കൺവേർഷൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ടൈപ്പ് കൺവേർഷനിലുള്ളതാണ് ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഡാറ്റ ടൈപ്പ് ഓഫ് വൺ ഓപ്പറൻറ്റ് കൺവേർട്ടഡ് ടു അനദർ. യെസ്, വെരി ഗുഡ്. ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഇംപ്ലിസിറ്റിന് നമ്മൾ പറയുന്ന വേറെ പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. ഓക്കെ, ടൈപ്പ് പ്രൊമോഷൻ. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ കമ്പൈലർ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അത് ലോവർ സൈസുള്ള ഓപ്പറൻറ്റിനെ ഹയർ സൈസാക്കി ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യാം. പക്ഷേ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് പ്രോഗ്രാമറാണ്, നമ്മളാണ്. ഓക്കെ, നമ്മളാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അടുത്തത്, okay, in C++, dash character is known as string terminator. ആരെയാണ് നമ്മൾ സ്ട്രിംഗ് ടെർമിനേറ്റർ എന്ന് പറയാ? ഇത് സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, സ്ട്രിംഗ് ടെർമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? യെസ്, /0 നൾ ക്യാരക്ടർ ആണ് കേട്ടോ. /0 അല്ലെങ്കിൽ നൾ ക്യാരക്ടർ ആണ്, നൾ ക്യാരക്ടർ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയണം, ക്ലാസിഫിക്കേഷൻ. അതായത് ഡാറ്റ ടൈപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ടൈപ്പ് മോഡിഫയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡാറ്റ ടൈപ്പിൻ്റെ കൺവേർഷൻ ഈ ഒരു ഡയഗ്രം നിങ്ങൾ പഠിച്ചിരിക്കണം. ഡാറ്റ ടൈപ്പ് മെയിനായിട്ട് 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, അതേപോലെ തന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇതിലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിനെ നമ്മൾ വീണ്ടും 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇൻ്റഗ്രൽ, വോയിഡ്, ഫ്ലോട്ടിംഗ് പോയിന്റ്. ഈ ഇൻ്റഗ്രലിൽ വരുന്ന 2 കാറ്റഗറിയാണ് ഇൻറ്റ്, ക്യാര്. ഫ്ലോട്ടിംഗ് പോയിന്റിൽ വരുന്ന 2 കാറ്റഗറിയാണ് ഫ്ലോട്ട്, ഡബിൾ. ഓക്കെ, യെസ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് നമ്മൾ പറഞ്ഞു. ഡിസ്ക്രൈബ് അബൌട്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. കമ്പയർ ചെയ്യുന്നതൊക്കെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. കമ്പാരിസണിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇതാണ്. ഓക്കെ,
ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതൊക്കെയാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അടുത്തത് അതേപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും, ഈ ഓപ്പറേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ലോജിക്കൽ ആൻഡ്, അതേപോലെ തന്നെ ലോജിക്കൽ ഓർ, അതേപോലെ ലോജിക്കൽ നോട്ട്. ഓക്കെ, ലോജിക്കൽ നോട്ട്, ഇങ്ങനെ മൂന്നെണ്ണമാണ്. സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്, ഓർ, സോറി, ലോജിക്കൽ ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, ടൈപ്പ് പ്രൊമോഷൻ ഇൻ C++. നമ്മൾ പറഞ്ഞു ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, കമ്പൈലർ ഇന്റേണലി ചെയ്യുന്നതാണ്. ഓക്കെ, കമ്പൈലർ ഇന്റേണലി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ഇതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്നാണ് വിളിക്കുക. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. പിന്നെ അത് ലോവർ സൈസ് ഉള്ളതിനെ എന്താക്കി മാറ്റും, ലോവർ സൈസ് ഉള്ളതിനെ ഹയർ സൈസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ലോവർ സൈസിനെ ഹയർ സൈസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് 3 types of C++ expression. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓക്കെ, എന്താണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എക്സ്പ്രഷൻസ്? ഓപ്പറേറ്ററും ഓപ്പറൻഡും കൂടി വരുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയാം, അല്ലേ? അപ്പൊ ഈ എക്സ്പ്രഷൻസിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന യെസ് അപ്പം എന്താണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഏതൊക്കെയാണ് അതിന്റെ ടൈപ്പ്? യെസ്, ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻഡ്, അല്ലെ? ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻഡ് ഇസ് ടുഗെദർ. അത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതുണ്ട് ഓപ്പറൻഡ്. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ വരാൻ പറ്റും? അരിത്തമാറ്റിക് എക്സ്പ്രഷൻ വരും, അല്ലെ? അരിത്തമാറ്റിക് എക്സ്പ്രഷൻ വരും. an expression contains operator and operand. അപ്പൊ അതിൽ ഏതൊക്കെ വരാം? അരിത്തമാറ്റിക് എക്സ്പ്രഷൻ വരാം, റിലേഷണൽ എക്സ്പ്രഷൻ വരാം, ലോജിക്കൽ എക്സ്പ്രഷൻ വരാം. അപ്പൊ അരിത്തമാറ്റിക് ഇൻറ്റിജർ, അരിത്തമാറ്റിക് കോൺസ്റ്റന്റ്, അരിത്തമാറ്റിക് റിയൽ, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് നമുക്ക് എക്സ്പ്രഷൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? യെസ്, റെഡി. അപ്പൊ ഇത്രയുമാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലാസിഫൈ ഡാറ്റ ടൈപ്സ്, ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് പഠിക്കാം. ഓക്കെ, അതേപോലെ തന്നെ യെസ്, ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, അല്ലേ? ഓപ്പറേറ്റേഴ്സ്, ഓരോ ഓപ്പറേറ്ററിന്റെയും സിമ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മോഡുലസ് ഓപ്പറേറ്റർ ആണ് ഈ കാണുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ഈ കാണുന്നത്. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഈ കാണുന്നത്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഇത്. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഓപ്പറേറ്ററിന്റെയും സിമ്പിൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഓക്കെ, യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ 6 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ ആണോ? അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ റെഡിയാണോ? യെസ്, ഓക്കെ ആണോ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ നമ്മുടെ 7th ചാപ്റ്ററിലേക്ക് പോവാണ്. 7ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് ഒരു ഏറെക്കൊന്നും ലൈവ് തീരൂല കേട്ടോ. 7:45 8 മണി ആ ഒരു സമയത്ത് തീരും. ഓക്കെ, യെസ്. അപ്പൊ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒരു 11 മാർക്കിനൊക്കെ വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. ഇതിന്റെ ആൻസർ പറഞ്ഞേ. In C++,
Name the loop which can be used to ensure that body of loop will surely be executed at least once. ഒരു പ്രാവശ്യമെങ്കിലും ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഇത് ഏതാണ്? നമ്മുടെ ലൂപ്പ് ഏതാണത്? ഡു വൈൽ ലൂപ്പ്. യെസ്, വെരി ഗുഡ്. ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ്. യെസ്. അടുത്തത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട്, ഇതിപ്പം ഇഫ് എൽസ് കൊടുത്തത്, അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് സ്വിച്ചിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ ലൂപ്പ് തന്നിട്ട് വൈ ലൂപ്പ് ആക്കാൻ പറയും, വൈ ലൂപ്പ് തന്നിട്ട് ഡു വൈ ലൂപ്പ് ആക്കാൻ പറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? സിൻടാക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്വിച്ചിൻ്റെ സിൻടാക്സ് അറിയാം. സ്വിച്ച് എഴുതുന്നു, എന്നിട്ട് എക്സ്പ്രഷൻ കൊടുക്കാം. ഇവിടെ എക്സ്പ്രഷൻ എന്താ? VAL അല്ലേ, വാൽ എന്നാണ്. അപ്പോൾ അത് കൊടുത്തു, വാൽ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഓരോ കേസ് കൊടുക്കുകയാണ്. ഫസ്റ്റത്തത് കേസ് 1 ആണെങ്കിൽ, വാൽ ഈക്വൽ ടു 1 ആണെങ്കിൽ, അപ്പോൾ കേസ് 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് സയൻസ് അല്ലേ, സി ഔട്ട് സയൻസ്. ഓക്കെ, ഇനി എൽസ് ഇഫ് വാൽ ഈക്വൽ ടു 5 ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ കേസും കഴിയുമ്പോൾ ബ്രേക്ക് കൊടുക്കണം, മറക്കാൻ പാടില്ല. ഇനി കേസ് അടുത്തത് 5 ആണ്. കേസ് 5 കൊടുത്തപ്പോൾ സി ഔട്ട് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇതാ ഇവിടെ സി ഔട്ട് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, സി ഔട്ട് കമ്പ്യൂട്ടർ സയൻസ്, എന്നിട്ട് ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും ഡിഫോൾട്ട് ആയിട്ടാണ് നോട്ട് എ കോഴ്സ് എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് നോട്ട് എ കോഴ്സ്, സി ഔട്ട് നോട്ട് എ കോഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് C++ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതെങ്കിലും 3 ടൈപ്പ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നമുക്ക് അറിയാം, ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവേർ ഇൻ ദ ഫംഗ്ഷൻ. എങ്ങോട്ടെങ്കിലും ഒന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരിക. ഗോ ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ലേബൽ കൊടുക്കുക, അപ്പോൾ നേരെ ആ ലേബലുള്ള സ്ഥലത്തേക്ക് കൺട്രോൾ വരും. ഓക്കെ, അതേപോലെ അടുത്തതാണ് ബ്രേക്ക്. അത് നമ്മളിപ്പോൾ സ്വിച്ചിൻ്റെ കൂടെ കണ്ടു. ബ്രേക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പോകുന്നില്ല, അത് നേരെ പുറത്തേക്ക് പോകും. ഓക്കെ, പിന്നെ അടുത്തതാണ് കണ്ടിന്യൂ. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പോലെയല്ല, നമുക്ക് ജസ്റ്റ് ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വീണ്ടും ലൂപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് സ്കിപ്പ് ചെയ്യും വേണം, ഇനി തിരിച്ച് ലൂപ്പിലേക്ക് വരേ വേണ്ട എന്നാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഏത്? ബ്രേക്ക്. ഓക്കെ, അതാണ് ബ്രേക്കും കണ്ടിന്യൂയും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. സിൻടാക്സ് ഏതെങ്കിലും ഒന്നിൻ്റെത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. അപ്പോൾ ഇവിടെ ഇഫ് ആണ് ചോദിച്ചത്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ദാ ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കണ്ടീഷൻ കൊടുക്കും അല്ലെ, ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യാം? ഇഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ ബോഡി കൊടുക്കും അല്ലേ, ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഉള്ളിലേക്ക് പോവാം. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ബോഡി എക്സിക്യൂഷൻ്റെ ശേഷമാണ് കണ്ടീഷൻ നോക്കുക. ഓക്കെ, ഇനി ഇവിടെ ബോഡി ചിലപ്പം ഒരു പ്രാവശ്യം പോലും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാം, കാരണം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ. പക്ഷെ ഇവിടെ എന്തായാലും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഭാഗം മാത്രം എക്സിക്യൂട്ട് ചെയ്യണം. അതായത്
നമുക്ക് ആവശ്യമാണെങ്കിലാണ് ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ when the skipping of the body from beginning is executed suitable when normal execution എന്തായാലും ഒരു നോർമൽ എക്സിക്യൂഷൻ ഒരു പ്രാവശ്യമെങ്കിലും നടക്കണം എന്നുള്ള കേസിലാണ് നമ്മൾ ഇത് കൊടുക്കുക. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പുകൾ ഇതിൽ ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിൽ ഏതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, ഏതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഒന്ന് പറഞ്ഞേ. യെസ്, ഏതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, ഏതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്? യെസ്, ഫോർ ലൂപ്പ് മാത്രമാണോ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഇനി ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഓക്കെ, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഓക്കെ ആണോ? യെസ്, റെഡി. അടുത്തത് കമ്പയർ സ്വിച്ച് ആൻഡ് ഇഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെന്റ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി ഓപ്പറേറ്ററിന്റെ കൂടെ മാത്രം നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷേ എക്സ്പ്രഷൻ ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷന്റെ കൂടെയാണ് കൊടുക്കുക. ഇവിടെ കേസ് കോൺസ്റ്റന്റ് എപ്പോഴും ഇൻഡിജർ ആയിരിക്കും കൊടുക്കുക സ്വിച്ചിന്റെ ഉള്ളിൽ. പക്ഷെ ലൂപ്പിൽ നമുക്ക് എന്ത് റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ സ്വിച്ചിൽ ഒരു മാച്ചും ഇല്ല, എല്ലാം തെറ്റാണ് കണ്ടീഷൻസ് എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒന്നാണ് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ ലാഡറിൽ ഇഫ് എൽസ് ലാഡറിൽ എപ്പോഴും ലാസ്റ്റത്തെ എൽസ് ബ്ലോക്ക് ആയിരിക്കും ചെയ്യാം. പിന്നെ ഇവിടെ എപ്പോഴും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വേണം, സ്വിച്ചിന്റെ കൂടെ എപ്പോഴും ബ്രേക്ക് വേണം. ഇവിടെ ബ്രേക്ക് ആവശ്യമില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തു പോകും. പിന്നെ ഇതൊന്നും കൂടി എഫിഷ്യൻ്റ് ആണ്, ഇതാണ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് വേഴ്സറ്റൈൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ചും എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ഫോർ വൈൽ ആൻഡ് ഡു വൈൽ. ഓക്കെ, ഇത് മൂന്നും തമ്മിലുള്ള ഇതാണ് ചോദിച്ചത്. ഓക്കെ, യെസ്, കോമൺ ആയിട്ട് നമുക്ക് അത് പറയാം. രണ്ടും പെർമിറ്റ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. ഓക്കെ, ഏതാണ് ഒന്നുകൂടി പറയണ്ടേ? സ്വിച്ചും ഇഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസ് ആണോ ഒന്നും കൂടെ പറയേണ്ടത്? ഏതാ ഒന്നുകൂടെ പറയേണ്ടത്? ഒന്ന് പറഞ്ഞേ, ഏതാ ഒന്നും കൂടെ പറയേണ്ടത്? ഓക്കെ, അതായത് യെസ്, സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ സ്വിച്ചിൻ്റെ കൂടെ ഈക്വൽ ടു മാത്രമേ കണ്ടീഷനുള്ളൂ കൊടുക്കുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ലെസ് ദാൻ ആണോ എന്ന് കണ്ടീഷൻ കൊടുക്കാം, അങ്ങനെ റിലേഷണൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ സ്വിച്ചിൽ നമ്മൾ കേസ് കൊടുക്കൂലേ, കേസ് 1, കേസ് 2 അങ്ങനെ കൊടുക്കുന്നത് എപ്പോഴും ഇൻഡിജറോ അല്ലെങ്കിൽ ക്യാരക്ടറോ ആയിരിക്കണം, പോയിന്റ് ഉള്ളതൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ മാച്ച് ഒന്നുമില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ മാച്ച് ഒന്നും ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും എൽസ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എപ്പോഴും സ്വിച്ച് കഴിഞ്ഞ് നമ്മൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക് എന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇവിടെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ബ്രേക്ക് കൊടുക്കണം. ഓക്കെ, അതാണ് ഇത്. ഒന്നും കൂടെ എഫിഷ്യൻ്റ് ആണ്, അത് മോർ ഫ്ലെക്സിബിൾ ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഫോറും വൈലും ഡു വൈലും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. പക്ഷെ ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഇനി ഫോർ ലൂപ്പ് ഇനീഷ്യലൈസേഷൻ വിത്ത് ലൂപ്പ് ഡെഫിനിഷൻ ആണ്. ഓക്കെ, ലൂപ്പിന്റെ കൂടെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുക. ഇവിടെ ബിഫോർ ലൂപ്പ് ഡെഫിനിഷൻ ആണ്, അതായത് മുന്നേ നമ്മൾ കൊടുക്കും. സിൻടാക്സ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫോർ ലൂപ്പിന്റെ ഡെഫിനിഷന്റെ കൂടെയാണ് നമ്മളിങ്ങനെ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുക. പക്ഷെ ഇതിലൊക്കെ വൈൽ ലൂപ്പിലും ഡു വൈലും ഇനീഷ്യലൈസേഷൻ ഒക്കെ മുന്നേ കൊടുക്കും. അതേപോലെ ഇവിടെ നമുക്ക് എന്തായാലും ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഫോറിലും വൈലിലും. പക്ഷേ ഡു വൈലില് നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടീഷൻ തെറ്റാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഫോർ വൈല് ഡു വൈല് തമ്മിലുള്ള ഡിഫറൻസ്.
അടുത്തത് വീണ്ടും ഒരു സിൻടാക്സ് ആണ് ചോദിച്ചത്, സിൻടാക്സ് ഓഫ് ഫോർ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സിൻടാക്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സിൻടാക്സുകൾ നിർബന്ധമാണ്, പഠിക്കണം. സിൻടാക്സ് ഇതാ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ വരിക കേട്ടോ. ഫോർന്ന് എഴുതുക, ഇനീഷ്യലൈസേഷൻ, അതേപോലെ തന്നെ കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ നമ്മുടെ അപ്ഡേഷൻ. ഓക്കെ, അപ്ഡേഷൻ. പിന്നെ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കും, ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ, 4. ഓക്കെ, പിന്നെ ബ്രേക്കും കണ്ടിന്യൂവും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിൻ്റെയും ലൂപ്സിൻ്റെയും ഒക്കെ കൂടെ കൊടുക്കുന്നതാണ്. പക്ഷേ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ലൂപ്പിൻ്റെ കൂടെ മാത്രമേ കൊടുക്കുകയുള്ളൂ, ലൂപ്സിലാണ് കൊടുക്കാറുള്ളത്. ഇനി ഇത് നേരെ പുറത്തേക്ക്, പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ്, അതായത് ബ്രേക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് ചെയ്യാൻ പോണില്ല, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി ഇനി ലൂപ്പിലേക്ക് ഒരു തിരിച്ചു വരവില്ല. പക്ഷേ കണ്ടിന്യൂ അങ്ങനെയല്ല. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിൻ്റെ മുന്നിലേക്ക് തന്നെ വന്നിട്ട് വീണ്ടും ചെയ്യും, ഒരു ചെറിയ പാർട്ട് മാത്രം. അതായത് കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രം സ്കിപ്പ് ചെയ്യും, എന്നിട്ട് വീണ്ടും ലൂപ്പിലേക്ക് തിരിച്ചു വന്ന് ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആവണ വരെ ഇത് ചെയ്യും. പക്ഷേ ബ്രേക്ക് അങ്ങനെയല്ല. ബ്രേക്ക് എന്ന് കണ്ടാൽ പിന്നെ ആ ലൂപ്പിലേക്ക് വരികയില്ല. ഓക്കെ, യെസ്. അപ്പം ഈവൻ ദോ ദ കണ്ടീഷൻ ആസ് ട്രൂ, അതാണ് 3 വ്യത്യാസം കേട്ടോ. പിന്നെ ഇതാ സിൻടാക്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സിൻടാക്സ് ഓരോന്നിൻ്റെ മിസ് പറയുന്നില്ല, എന്തായാലും പഠിക്കുക കേട്ടോ. ഇഫ് എന്ന് എഴുതാം, നമ്മൾ കണ്ടീഷൻ കൊടുക്കുക, എന്നിട്ട് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ട്രൂ ബ്ലോക്ക് എഴുതാം, എന്നിട്ട് എൽസ്, എന്നിട്ട് എഴുതിയിട്ട് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫോൾസ് ബ്ലോക്കും കൊടുക്കാം. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതാണ് ഇഫ് എൽസിൻ്റെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സിൻടാക്സ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു കോഡ് നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം, ensure that body of loop surely be executed do while ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. കൺസിഡർ ദ കോഡ് ഗിവൺ ബിലോ ആൻഡ് പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ആദ്യം i = 1, ഐൻ്റെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണോ എന്ന് കണ്ടീഷൻ നോക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ചെയ്യും, പിന്നെ ഇത് ചെയ്യും. അത് കഴിഞ്ഞ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് നോക്കും ഐൻ്റെ വാല്യൂ 5 ആണോ. ഇഫ് i = 5 ആണോ? അല്ല. അപ്പോൾ 5 ആണെങ്കിലാണ് കണ്ടിന്യൂ, 5 അല്ല. അപ്പോൾ പിന്നെ നേരെ താഴെയുള്ളത് ചെയ്യും, സി ഔട്ട് i. എന്താണ്? ഓക്കെ, വന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരാ? ഒന്ന് പറഞ്ഞേ മക്കളെ. യെസ്, ഔട്ട്പുട്ട് എന്താണ് വരിക? അത് ഇവിടെ ഷമീം സാറ് നമ്മളെ ഏതു സാറൊക്കെ മിസ്സിനിട്ട് കളിയാക്കാം. അതാട്ടോ ചിരിച്ചേ, എനിക്ക് കൺഫ്യൂഷൻ ആവും, എന്തിനാ വെറുതെ ചിരിക്കുന്നത്. യെസ്, ഒന്ന് പറഞ്ഞേ, ഇതിന്റെ ആൻസർ എന്താ വരിക? മൈക്ക് ഓണാണല്ലോ, മൈക്ക് ഓണാണല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വരിക? എന്താണ് വരിക? i = 1. ഓക്കെ, i = 3i. അപ്പൊ 1 പ്രിന്റ് ചെയ്തു, 3 ആണോ നോക്കി, അല്ല. അപ്പൊ കണ്ടിന്യൂ. അപ്പൊ 3 എന്ന് പ്രിന്റ് ചെയ്തു, കണ്ടിന്യൂ. ഓക്കെ, പ്രിന്റ് ചെയ്തു. വീണ്ടും i + 2. അപ്പോൾ i = 5i. ഓക്കെ, ഇനി 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അല്ലേ നോക്കി, ആണ്. ഓക്കെ, അപ്പോൾ 5 = 5. യെസ്, കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ കണ്ടിന്യൂ. അത് കാണുമ്പം ഈ താഴെയുള്ളത് ചെയ്യൂല, വീണ്ടും ലൂപ്പിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് +2.
അപ്പം എന്തായി? I ഈക്വൽ ടു 7 ആയി. പിന്നെ അതിനെ പ്രിന്റ് ചെയ്തു 7. വീണ്ടും I ഈക്വൽ ടു 9 ആയി. അപ്പം അത് പ്രിന്റ് ചെയ്തു. പിന്നെ I ഈക്വൽ ടു 9 കഴിഞ്ഞു. പിന്നെ I ഈക്വൽ ടു 11 ആയി. ഓക്കെ, അപ്പം ഈ 11 വരുമ്പോൾ എന്തായി? അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. പിന്നെ അത് പ്രിന്റ് ചെയ്യില്ല. അപ്പൊ ഇവിടെ കണ്ടിന്യൂക്ക് പകരം ബ്രേക്ക് ആണെങ്കിൽ കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഈ 3 വരെ മാത്രമേ ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ. 1ഉം 3ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് വ്യത്യാസം. ഓക്കെ, യെസ്, റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. അതേപോലെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടൈംസ് ദ ഫോളോയിങ് ലൂപ്പ് വിൽ എക്സിക്യൂട്ട്? ഓക്കെ, ഈ ഒരു ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? അപ്പം ആദ്യം എമ്മിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വിചാരിക്കല്ല, എമ്മിൻ്റെ വാല്യൂ 2 ആണ്. ഡു സി ഔട്ട് വെൽക്കം. ഇത് എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? നിങ്ങൾ പറഞ്ഞേ. മിസ് പറയുന്നില്ല ആൻസർ. നിങ്ങൾ പറഞ്ഞോ എത്ര പ്രാവശ്യം ഇത് പ്രിന്റ് ചെയ്യും? യെസ്, എമ്മിൻ്റെ വാല്യൂ 2 ആണ്. അത് എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? യെസ്, നിങ്ങളാണ് ഇതിന്റെ ആൻസർ പറയേണ്ടത്. എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. യെസ്, വെരി ഗുഡ്. കാരണം എം ഈക്വൽ ടു 2 കൊടുത്തു. ഡു സി ഔട്ട് വെൽക്കം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി? വെൽക്കം. ഒരു പ്രാവശ്യം കിട്ടി. എം പ്ലസ് പ്ലസ്, എമ്മിന്റെ വാല്യൂ 2 എന്നുള്ളത് മാറ്റിയിട്ട് 3 ആക്കി. ഇനിയാണ് കണ്ടീഷൻ നോക്കുക. എം ഗ്രേറ്റർ ദാൻ 10. 3 ഗ്രേറ്റർ ദാൻ 10 ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആയി. ഓക്കെ, കുറേ പേര് 9 പറയുന്നുണ്ട്. അത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും അറിയാത്തവരാണ് അല്ലേ? ഓക്കെ, അപ്പൊ അത് വരില്ല കേട്ടോ. ഈ ഒറ്റ പ്രാവശ്യം 1 ടൈം. ഓക്കെ, 1 ടൈം ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ 7th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? യെസ്, റെഡി അല്ലേ? 7th ചാപ്റ്റർ ആണിത്. ഇനി അടുത്തതാണ് നമ്മുടെ 8th ചാപ്റ്റർ അല്ലേ? ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. 8ാമത്തെ ചാപ്റ്റർ ആണിത്, അറേസ്. ഓക്കെ, അപ്പൊ 7 യെല്ലോ ഹേർട്ടുകൾ പോന്നോട്ടെ. 7th ചാപ്റ്റർ ഓക്കെ ആണെങ്കിൽ യെസ്, 7th ചാപ്റ്റർ 1 2 3 4 5 6. ഓക്കെ, 7 യെല്ലോ ഹേർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ മിസ് ഇതാ പോവാണ്, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, അറേസ്. ഓക്കെ, യെസ്. ഇവിടുത്തെ അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാർക്ക് ഓഫ് 4 ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ മാർക്ക് എന്ന് പറഞ്ഞ അറേയിലെ 4th പൊസിഷനിലുള്ള ആള് ആരാണ്? അതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ 4th പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ? അപ്പൊ 4th പൊസിഷനിലുള്ള ആൾ ആരാണ്? ആരാണ്? യെസ്, 58 ആണ് അല്ലേ? 58 ആണ്. അടുത്തത്, an array is declared as follows. int a of 5 equal to 1 2 3 4 5. Okay, what will be the value of a of 2 plus a of 3? a of 2 plus a of 3 എന്താ വരിക? a of 2 അതായത് 0 1 2. a of 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. പ്ലസ് a of 3. a of 3യിലുള്ളത് 4 ആണ്. അപ്പൊ 3 plus 4 7. യെസ്, വെരി ഗുഡ്, 7. അടുത്തത്, ഹൗ മെനി ബൈറ്റ്സ് ആർ അലോക്കേറ്റഡ് ബൈ ദ എബോവ് അറേ ഇൻ മെമ്മറി. അപ്പൊ എത്ര ബൈറ്റ്സ് വേണം? നമുക്ക് ടോട്ടൽ ബൈറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ടോട്ടൽ ബൈറ്റ്സ് മെമ്മറി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് അറേ ഇൻറ്റു സൈസ് ഓഫ് അറേ ടൈപ്പ്. ഓക്കെ, സൈസ് ഓഫ് അറേ ഇൻറ്റു സൈസ് ഓഫ് അറേ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സൈസ് ഓഫ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ് അല്ലെ? 5 ആണ്. ഇൻറ്റു സൈസ് ഓഫ് അറേ ഡാറ്റ ടൈപ്പ്. അറേയുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജറിന്റെ സൈസ് 4 ആണ്. അപ്പൊ 5 × 4. യെസ്, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. 20 ബൈറ്റ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, 20 ബൈറ്റ്സ് ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, കമ്പയർ ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോർട്ടിങ്ങും സെർച്ചിങ്ങും ആണ് ഈ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കാറുള്ളത്.
അപ്പം നമുക്കറിയാം ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ലീനിയർ ആയിട്ട് സെർച്ച് ചെയ്യുന്നതാണ് അല്ലേ, ഓരോന്നായിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അൽഗോരിതമാണിത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം, എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് അറേയിൽ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അറേയിലേക്ക് നമ്മൾ n എലമെന്റ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക. എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആളെ സേവ് ചെയ്യാം. ഓക്കെ, യെസ് മക്കളെ, മിസ്സി പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പം നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ഒരു ചാപ്റ്ററും കൂടി ഇനി നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞതിലേക്ക് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ആളെ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് പൊസിഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് വെദർ ദ വാല്യൂ ഇൻ ഐറ്റം ഈസ് ഫൗണ്ട് ഇൻ ദ കറന്റ് പൊസിഷൻ. ഇഫ് ഫൗണ്ട് ദെൻ സ്റ്റോർ. അപ്പം നമ്മൾ ഓരോ പൊസിഷനിലും ഇങ്ങനെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞതിലുള്ള ആൾ ഉണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇതാണ് ലീനിയർ സെർച്ച്. ഇനി ബൈനറി സെർച്ച് എങ്ങനെയാ വരിക? ബൈനറി സെർച്ച് നമ്മൾ മിഡിൽ എലമെന്റിനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, ആക്സെപ്റ്റ് എ വാല്യൂ ഇൻ മാക്സ്, അതായത് ആദ്യം നമ്മൾ മാക്സിമം എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്യുന്ന ആളെ സ്റ്റോർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ എലമെന്റിനെ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലും ലാസ്റ്റിലെ എലമെന്റിനെ ലാസ്റ്റ് എന്നുള്ളതിലും സേവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കുക. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ എലമെന്റ് കിട്ടും. എന്നിട്ട് ആ മിഡിൽ പൊസിഷനിലുള്ള ആളെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ കമ്പയർ ചെയ്യുക, നമ്മുടെ ഐറ്റം എന്നുള്ള ആളും മിഡിൽ എലമെന്റും സെയിം ആണോ എന്ന് നോക്കാം. അങ്ങനെയാണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു പ്രത്യേകത, ബൈനറി സെർച്ചിൽ എപ്പോഴും ഓർഡറിലായിരിക്കും ഉണ്ടാവുക, സോർട്ടഡ് ഓർഡറിലായിരിക്കും എലമെന്റ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുക, മിഡിൽ എലമെന്റിലല്ല നമ്മൾ അന്വേഷിക്കുന്ന ആളുള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ എലമെന്റിനേക്കാളും ഈ മിഡിൽ എലമെന്റ് ചെറുതാണോ വലുതാണോ നോക്കാം. ഓക്കെ, ചെറുതാണെങ്കിൽ ഇനി മുതൽ നമുക്ക് ഈ ഒരു ഭാഗം മിഡിൽ എലമെന്റിന്റെ ഇപ്പുറം മാത്രം നമുക്ക് മതി, അപ്പുറത്ത് ഇനി നമ്മുടെ എലമെന്റ് ഇല്ല. ഓക്കെ, പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ പ്രോഗ്രാംസ് ചോദിക്കൽ കുറവാണ്, കൂടുതൽ അൽഗോരിതംസ് ആണ് ചോദിക്കൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രം മതി, അപ്പുറത്തെ ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ പിന്നെ ഈ ലാസ്റ്റ് എന്നുള്ളതിനെ മിഡിൽ നിന്നുള്ള ആളെ നമ്മൾ ലാസ്റ്റ് ആക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് ലാസ്റ്റ്. ഇനി അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കാം, ആ മിഡിലിൽ ഉണ്ടോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിനേക്കാളും ചെറുതാണോ വലുതാണോ നോക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആൾക്കാരെയും നമ്മൾ മിഡിൽ എലമെന്റിനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതാണ് ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓർഡറിലായിരിക്കില്ല, അതേപോലെ കൂടുതൽ സമയം എടുക്കുന്നുണ്ടാകും, എല്ലാ എലമെന്റ്സും ചിലപ്പോൾ വിസിറ്റ് ചെയ്യേണ്ടി വരും, അതേപോലെ സ്മോൾ അറേസിന് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ബൈനറി സെർച്ച് അങ്ങനെയല്ല. ദ എലമെന്റ് ഷുഡ് ബി ഇൻ സോർട്ടഡ് ഓർഡർ. എലമെന്റ്സ് എന്തായിരിക്കണം, സോർട്ടഡ് ഓർഡറിലായിരിക്കണം. അതേപോലെ കുറച്ച് സമയം മാത്രമേ അത് എടുക്കുള്ളൂ. ഓൾ ദ എലമെന്റ്സ് ആർ നെവർ വിസിറ്റഡ്. എല്ലാ എലമെന്റ്സും വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. പിന്നെ അറേ ലാർജർ ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ലിസ്റ്റ് ദ നെയിംസ് ഓഫ് എനി 4 ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ എൻ അറേ. ഓക്കെ, ഒരു അറേയിൽ നമ്മൾ കൊടുക്കുന്ന 4 ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്കൊരു അറേയിൽ കൊടുക്കാൻ പറ്റും? എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ട്രാവേഴ്സൽ ഉണ്ട് അല്ലെ, ട്രാവേഴ്സൽ. അതേപോലെ തന്നെ ഇൻസേർഷൻ. ഓക്കെ, ട്രാവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ, മെർജിങ്, സോർട്ടിങ്, അതേപോലെ സെർച്ചിങ് അല്ലേ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. ഓക്കെ, സെർച്ചിങ് ഇത്രയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇതാണ് ഓപ്പറേഷൻസ്. അടുത്തത് ഡിക്ലറേഷൻ. അറേനെ ഡിക്ലെയർ ചെയ്യാനാണ്. റൈറ്റ് എ C++ സ്റ്റേറ്റ്മെന്റ് ടു ഡിക്ലെയർ an array which can store 5 integer values and explain about the memory allocation. അപ്പോൾ ഇൻഡിജർ ആണ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു. അപ്പം ഇൻഡ്
അറേ ഓഫ് 5 ആണ് സൈസ് എന്നും നമ്മളോട് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈസ് എങ്ങനെ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൈസ് എങ്ങനെയാ നമുക്ക് കിട്ടുക? സൈസ് എങ്ങനെയാ മക്കളെ കിട്ടുക? സൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരെ അറേന്റെ ഡാറ്റ ടൈപ്പ്, അതായത് ഇൻഡിജർ ആണ്, അപ്പൊ 4 ആണ്. 4 ഇൻറ്റു ഇതിന്റെ സൈസ് 5 ആണ്. അപ്പൊ നമുക്ക് 20 ബൈറ്റ്സ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് വരിക കേട്ടോ. യെസ് യെസ്, അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ സെർച്ച് പോലെ തന്നെ സോർട്ടിങ്ങും പഠിക്കണം കേട്ടോ. സോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ മിസ് ഇതിൽ കൊടുത്തിട്ടില്ല. സോർട്ടിങ്ങും പഠിക്കണം. സെർച്ചിങ്ങും സോർട്ടിങ്ങും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ക്ലാസ് പോയ സമയത്ത് ഇന്നലത്തെ ലൈവിലൊക്കെ മിസ് സോർട്ടിംഗ് ഒക്കെ പറഞ്ഞു തന്നതാണ് എങ്ങനെ ചെയ്യണത് എന്നുള്ളത്. ഓക്കെ, യെസ്, ഇതിന്റെ ആൻസർ ആക്സസിങ് എലമെന്റ്സ് ഓഫ് എൻ അറേ ഈസ് കോൾഡ് ട്രാവേഴ്സൽ. ഓക്കെ, ട്രാവേഴ്സൽ. അടുത്തത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ എനി അറേ സോർട്ടിംഗ് അൽഗോരിതം. അപ്പൊ നിങ്ങൾ സോർട്ടിങ്ങിൻ്റെതും അതേപോലെ തന്നെ സെർച്ചിങ്ങിൻ്റെതും പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഈച്ച് എലമെന്റ് ഇൻ ആൻ അറേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഡാഷ്. ഒരു അറേയിലെ ഓരോ എലമെന്റിനെയും നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യാറുള്ളത്? ഈച്ച് എലമെന്റ് ഇൻ ആൻ അറേ. യെസ്, വെരി ഗുഡ്. ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ്. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിപ്പോ ഇൻഡിജർ അറേ ആണ്. അപ്പൊ ഇൻഡ് അറേ സൈസ് വന്നിട്ടുണ്ട് 5 ആണ്. അപ്പൊ ഈക്വൽ ടു എന്നിട്ടിട്ട് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കോമ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കി 8, 7, 2, 4, 6 ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക. അറേന്റെ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ഓക്കെ, അറേ എന്താണ്? വാട്ട് ഈസ് ആൻ അറേ? അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, എന്താണ് അറേന്റെ ഇതെന്ന് പറഞ്ഞ ഡെഫിനിഷൻ? വാട്ട് ഈസ് ആൻ അറേ? എന്താണ് മക്കളെ അറേന്റെ ഡെഫിനിഷൻ? യെസ്, യെസ്, വെരി ഗുഡ്. കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് അല്ലെ? കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് ആണ്. കളക്ഷൻ ഓഫ് elements of same type placed in contiguous memory location. Placed in contiguous memory location. അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിൽ നമുക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? യെസ്, അറേ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. പിന്നെ അൽഗോരിതം ഫോർ സെർച്ചിങ് ആണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 8th ചാപ്റ്റർ. ഇനി നമുക്ക് ഒരേ ഒരു ചാപ്റ്ററും കൂടിയുള്ളൂ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ 8 ചാപ്റ്റേഴ്സ് ക്ലിയർ ആണോ മക്കളെ? യെസ്, 8 ചാപ്റ്റേഴ്സ് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. 8 ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമ്മുടെ സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിലേക്ക് പോയാലോ? ഓക്കെ ആണോ? യെസ്, നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്. റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ? യെസ്, നമ്മുടെ യെല്ലോ ഹേർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ ആളെ കാണുന്നില്ലല്ലോ. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്, യെസ്, അല്ല, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആണ് അല്ലേ? നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്നത്തെ. യെസ്, കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു ഡീലിമിറ്റ് ദ സ്ട്രിംഗ് ഇൻ എ മെമ്മറി.
ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞതാണ്. ഏത് ക്യാരക്ടറാണ് നമുക്ക് സ്ട്രിങ്ങിനെ ഡീലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതാണ്? /0 ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്. /0 ആണ്. അതേപോലെ തന്നെ അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാ കേട്ടോ. ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദ സ്ട്രിങ് ബി പോസിറ്റീവ്? അപ്പം ഒരു ക്യാരക്ടറിന് ഒരു ബൈറ്റ് ഓഫ് മെമ്മറി ആണ് നമുക്ക് വേണ്ടത്. അപ്പം ബി ഇ പിന്നെ സ്പേസ് അല്ലെ, സ്പേസിന് ഒരു ബൈറ്റ്, POSITIVE 11 പിന്നെ നൾ ക്യാരക്ടറും. നൾ ക്യാരക്ടറിനെ കൂട്ടാൻ മറക്കരുത്. സോ 11 ബൈറ്റ് അല്ല 12 ബൈറ്റ്സ് ആണ് കേട്ടോ. 11 ബൈറ്റ്സ് അല്ല 12 ബൈറ്റ്സ് ആണ് വരിക, മെമ്മറി വരിക. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ഡസ് the advantage of using gets function in C++ to input string data? നമ്മൾ ഗെറ്റ്സ് കൊടുക്കുന്നത് എന്തിനാ? സി ഇൻ എന്ന് കൊടുത്താൽ പോരെ. എന്തിനാണ് നമ്മൾ സ്ട്രിങ് കൊടുക്കുമ്പം എപ്പോഴും ഗെറ്റ്സ് കൊടുക്കുന്നത്? യെസ്, ഗെറ്റ്സ് എന്തിനാ കൊടുക്കുന്നത്? സ്പേസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ടു റീഡ് സ്പേസ്. അല്ലെങ്കിൽ സീന് കൊടുത്തു കഴിഞ്ഞാൽ സ്പേസ് കണ്ടാൽ വിചാരിക്കും ഓക്കെ അത് കഴിഞ്ഞു, സ്ട്രിങ് എൻഡായി എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് സി ഇൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിസ്സിൻ്റെ പേര് ഇപ്പം മിസ് ഷെഹ്ല എന്നാണ്. അപ്പം ഷെഹ്ല ബീഗം എന്ന് കൊടുത്താൽ ആ സ്പേസ് കഴിഞ്ഞിട്ടുള്ള പേര് ഷെഹ്ല എന്നുള്ളത് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മൾ സി ഇൻ എന്നല്ല, നമ്മൾ എന്താണ് സി ഇൻ എന്നല്ലാതെ എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ഗെറ്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ അബൌട്ട് എനി 3 സ്ട്രീം ഫങ്ഷൻസ് യൂസ്ഡ്. അപ്പോൾ സ്ട്രീം ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് ഫങ്ഷൻസ് ആയിട്ട് വരുന്ന 2 എണ്ണമാണ് ഗെറ്റ്, ഗെറ്റ് ലൈൻ. ഓക്കെ, ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഗെറ്റും ഗെറ്റ് ലൈനും. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ഫങ്ഷൻസ്. അതേപോലെ ഇതിൻ്റെയൊക്കെ സിൻടാക്സ് നിങ്ങൾ പഠിക്കാനോ കേട്ടോ. ഔട്ട്പുട്ട് ഫങ്ഷൻസ് വരുന്നതാണ് പുട്ട്, റൈറ്റ്. ഓക്കെ, ഇൻപുട്ട് ഫങ്ഷൻസിൽ ഗെറ്റും ഗെറ്റ് ലൈനും ആണെങ്കിലും ഔട്ട്പുട്ട് ഫങ്ഷനിൽ വരുന്നതാണ് പുട്ടും അതേപോലെ തന്നെ റൈറ്റും. ഓക്കെ, യെസ്, ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. പിന്നെ അടുത്തത് ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സി ഇൻ STR കൊടുത്തു, കൗണ്ട് കൊടുത്തു. ഇവിടെ ഇഫ് വി ഗിവ് ദ ഇൻപുട്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വി ഗെറ്റ് ഔട്ട്പുട്ട് ഗ്രീൻ അല്ലേ? ഗ്രീൻ സ്പേസ്, യെസ്, ഗ്രീൻ സ്പേസ് കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ എന്നുള്ളത് മാത്രമേ റീഡ് ആവുള്ളൂ. കാരണം നമ്മൾ അവിടെ കൊടുത്തത് സി ഇൻ ആണ്. അപ്പം എങ്ങനെ, ഹൗ ക്യാൻ യു കറക്റ്റ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഗെറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയായി. ഇതാണ് യെസ്. അതേപോലെ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻ റൈറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് ചെയ്യാനുള്ള 2 ഫങ്ഷൻസ് ആണ് പുട്ടും റൈറ്റും അല്ലേ? അപ്പം റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ കൊടുക്കുക? അതാ നമുക്ക് സ്ട്രിങ്ങിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ സിൻടാക്സ് CHAR STR എന്ന് പറഞ്ഞിട്ട് ഹലോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. cout.write STR, 10. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക ഫങ്ഷൻസ്. ഓക്കെ, അടുത്തത് അതിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൂ കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ, ഇൻപുട്ട് ദ ഫംഗ്ഷൻ യൂസ് ടു ആക്സെപ്റ്റ് എ സ്ട്രിങ്, ഔട്ട്പുട്ട് ഫംഗ്ഷൻ യൂസ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗെറ്റ്, ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഗെറ്റ്, ഗെറ്റ് ലൈന്, ദെൻ അതിൽ പഠിക്കാനുള്ളൂ കേട്ടോ. പുട്ട്, റൈറ്റ്, ഇതിൻ്റെയൊക്കെ സിൻടാക്സ് പഠിക്കാം. പിന്നെ സീനും ഗെറ്റ്സും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകദേശം 9 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 9 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇൻറ്റിജറിൻ്റെ വാല്യൂ 4 ആണെന്ന് എങ്ങനെ അറിഞ്ഞു? ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ സൈസ് ഉണ്ട് മെമ്മറിയിൽ, അതിന് ഇത്ര സൈസാണ് വേണ്ടി വരിക. അത് നമ്മൾ പഠിക്കണം. ഇൻറ്റിജറിനും ഫ്ലോട്ടിനും 4 ബൈറ്റാണ്. ഓക്കെ, ക്യാരിന് 1 ബൈറ്റാണ്. അങ്ങനെ. ഓക്കെ,
ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പം മക്കളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ആയിക്കോട്ടെ, നോട്ട് മിസ് അയച്ചു തരാം. മിസ് നോട്ട് ഇവിടെ അയച്ചു കൊടുക്കും, അവർ നിങ്ങൾക്ക് ഇതിലിട്ട് തരിക ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. മിസ്സിൻ്റെ ഇൻസ്റ്റ ഐ ഡി ഇതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വേണമെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, എക്സാമിന് മുമ്പായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയുമോന്നോ? എന്ത് ചോദ്യം അത്? ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇത് വരുമ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ട് അങ്ങനെ സി ഔട്ട് വരുന്നതായിരിക്കും ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, യെസ്, റെഡി. അപ്പോൾ ദാ മിസ്സിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നാളത്തെ എക്സാം അങ്ങോട്ട് ഉഷാറാക്കി തകർത്ത് എഴുതുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് വന്നിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലൈവും ഇതേപോലെ മീൻസ് ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് ഉഷാറാക്കണം. നമ്മുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ നമുക്ക് അടിപൊളിയാക്കണം. അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ എക്സാംസിനൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ അധിക സമയം പഠിക്കാൻ വേണ്ടി കിട്ടി. ഓക്കെ, എന്നിട്ടും നിങ്ങൾ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും മിസ്സിൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയാണ്. നന്നായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക കേട്ടോ. ഓക്കെ, രാവിലെ നേരത്തെ എണീക്കുക. 6 മണിക്ക് നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകും. അതിന് കറക്റ്റായിട്ട് എണീറ്റ് വരിക. ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ, അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.